السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الواحد القهار الصمد الجبار. الحمد لله الوهاب الغفار. والصلاة والسلام على النبي المختار وآله الأبرار وصحابه الأخيار. حسبي الله حسبي الله حسبي الله ونعم الوكيل. نعم المولى ونعم النصير. وما توفيقي إلا بالله عليه توكلت وإليه أنيب. മുത്തുമാണിക്യമാണെന്റെ ത്വാഹ ഇഷ്കിൻ പാലാഴിയാണെന്റെ റാഹ. മുത്തുമാണിക്യമാണെന്റെ ത്വാഹ ഇഷ്കിൻ പാലാഴിയാണെന്റെ റാഹ. ശ്രീഗുണസാന്ത്വന പ്രകാശം സുമധുര ബാസുര പ്രതീകം മദനീ മഹിതമീ വസന്തം മഹിമ പൂക്കുന്ന ദുരിതം. ശ്രീഗുണസാന്ത്വന പ്രകാശം സുമധുര ബാസുര പ്രതീകം മദനീ മഹിതമീ വസന്തം മഹിമ പൂക്കുന്ന ദുരിതം. മുത്തുമാണിക്യമാണെന്റെ ത്വാഹ ഇഷ്കിൻ പാലാഴിയാണെന്റെ റാഹ. കനവുകളിൽ ഞാൻ കണ്ടു ത്വയ്ബാവേ നിലവുകളിൽ നോവിപ്പോ കാണാതെ. സ്വപ്നങ്ങൾ പൂവണിയും നേരത്ത് സുൽത്താനായി വാണരുളും പൂമുത്ത്. നഫ്സിനെക്കാളെനിക്ക് പ്രിയമുള്ളോര് റൂഹിനെക്കാളെനിക്ക് വിലയുള്ളോര് മുത്ത് മുഹമ്മദ് സല്ലല്ലാഹ് സത്യ നീലാമണി നൂറുള്ള. Spreading light to love of Medina, charming songs love of Medina, catching back to love of Medina, Medina. Spreading light to love of Medina, charming songs love of Medina, catching songs love of Medina, Medina. മുത്തുമാണിക്യമാണെന്റെ ത്വാഹ ഇഷ്കിൻ പാലാഴിയാണെന്റെ റാഹ. നഫ്സിനെക്കാളെനിക്ക് പ്രിയമുള്ളോര് റൂഹിനെക്കാളെനിക്ക് വിലയുള്ളോര് മുത്ത് മുഹമ്മദ് സല്ലല്ലാഹ് സത്യ നീലാമണി നൂറുള്ള. മുത്തുമാണിക്യമാണെന്റെ ത്വാഹ ഇഷ്കിൻ പാലാഴിയാണെന്റെ റാഹ. സൽഗുണ സാന്ത്വന
പ്രകാശം സുമധുര ബാസുര പ്രദീപം മദനീ മഹിതമീ വസന്തം മഹിമ പൂക്കും മധുരിതം മുത്തുമാണിക്യമാണെന്റെ ത്വാഹ ഇഷ്ടിൻ പാലാഴിയാണെന്റെ റാഹ. പവിത്രമായ ഈ രീതിയിൽ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ARK മൈദു സാഹിബ് അവർകളെ വിശുദ്ധമായ സദസ്സിൽ ഉദ്ഘാടന ഭാഷണം നടത്തിയ വന്നീരായ അബ്ദുൽ അസീസ് ഫൈസി ഉസ്താദ് അവർകൾ, നമ്മുടെ വേദിക്ക് സ്വാഗത ഭാഷണം നൽകിയ സിദ്ദീഖ് MKC, വേദിയിലിരിക്കുന്ന അബ്ബാസ് ഫൈസി ഉസ്താദ് അടക്കമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, കുറുവന്തേരി ശംസുലുലമ ഇസ്ലാമിക് സെന്ററിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന മതവിജ്ഞാന വിരുന്നിലാണ് നാം ഏവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അവരുടെ പേരിലാണോ ഈ നഗരി ഒരുങ്ങിയത്? വന്യരായ കുട്ടിയാലി ഹാജി അവരുടെ ഖബർ ജീവിതം അല്ലാഹു സ്വർഗത്തിന്റെ ആരംഭമാക്കി കൊടുക്കട്ടെ. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വിട പറഞ്ഞു പോയ ഒരുപിടി മഹത്തുക്കളായ കാരണവന്മാർ, നമ്മുടെ വല്യമ്മമാർ, പല ആളുകളും പച്ചമണ്ണിൽ കിടക്കുന്നു. എല്ലാവരുടെ ഖബറും അല്ലാഹു സ്വർഗപൂന്തോപ്പാക്കി അനുഗ്രഹിക്കട്ടെ. നാളെ ഞാനും നിങ്ങളും നമ്മളൊക്കെ കടന്നു ചെല്ലുമ്പോൾ അല്ലാഹു നല്ല പോലെയുള്ള ഒരു ജീവിതം നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. സമയം ഒരുപാട് വൈകിയത് കൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. അതിരുകളില്ലാത്ത സ്നേഹപ്രപഞ്ചം എന്നൊരു വിഷയമായിരുന്നു ചർച്ച ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ സംഘാടകർ പറഞ്ഞു ഈ ഖബറും മഹ്ശറയും പോലെയുള്ള ഒരു ട്രഡീഷണൽ വിഷയം സംസാരിക്കണമെന്ന് നമ്മുടെ സംഘാടകർ പറഞ്ഞതുകൊണ്ട് നമ്മൾ ആ വിഷയം സംസാരിക്കുകയാണ്. അദൃശ്യ ലോകത്തെ അത്ഭുതങ്ങൾ എന്ന ഒരു വിഷയം നമ്മൾ സംസാരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലതുപോലെ പറയാനും നല്ലതുപോലെ കേൾക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽ-അർവാഹു ജുനൂദുൻ മുജന്നദ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റൂഹിനെ സംബന്ധിച്ച് ഒരുപാട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാനും നിങ്ങളും ഈ ഭൂമി ലോകത്തേക്ക് വന്നതിന്റെ ലക്ഷ്യം എന്താണ്? What is the aim? What is the purpose? നമ്മുടെ ഈ സ്പഷ്ടമായ ഭൂമി ലോകത്തേക്ക് എന്നെയും നിങ്ങളെയും പടച്ചു വിട്ടതിന്റെ കാരണം എന്താണ്? ഒരു മനുഷ്യന്റെ ജീവിതം, അവന്റെ ലൈഫ് എന്ന് പറയുന്നത് അത് 4 ഘട്ടങ്ങളിലൂടെ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 4 ഘട്ടങ്ങളിലൂടെയാണ്. അതിൽ ഒന്നാമത്തെ ഘട്ടമാണ് ആലമുൽ അർവാഹ് എന്ന് പറയുക. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടക്കുന്നതിന്റെ മുമ്പ് ലോകത്തുള്ള സർവസമാന സൃഷ്ടിപ്പിന്റെയും റൂഹുകളെ അള്ളാഹു ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. ആലമുൽ അർവാഹ്. ഞാനും നിങ്ങളും ആദം നബിയും മുത്തുനബിയും എല്ലാവരും അവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ആ ഒരു ലൈഫ് നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. രണ്ടാമത്തെ ലൈഫാണ് ആലമുദ്ദുനിയ എന്ന് പറയുന്നത്. ആ ജീവിതത്തിലാണ് ഞാനും നിങ്ങളും നിലകൊള്ളുന്നത്. ഈ ആലമുദ്ദുനിയ കഴിഞ്ഞുകൊണ്ട് നെക്സ്റ്റ് സ്റ്റെപ്പാണ്, അടുത്ത നമ്മുടെ ഘട്ടമാണ് ആലമുൽ ബർസഖ്, അദൃശ്യ ലോകം. ഖബറും മഹ്ശറയും ഉൾക്കൊള്ളുന്ന നമ്മുടെ സെൻസറി ഫാക്കൽറ്റികൾ കൊണ്ട് നമ്മൾക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റാത്ത, മനസ്സിലാക്കിയെടുക്കാൻ പറ്റാത്ത ആ ലോകത്തിലേക്ക് ഞാനും നിങ്ങളൊക്കെ പോകുക എന്നത് വളരെ നിർബന്ധമായ കാരണമാണ്. ഈ അദൃശ്യ ലോകമെന്ന് പറയുന്ന ആലമുൽ ബർസഖ്, ആ ജീവിതത്തിൽ അനുഭവിക്കേണ്ട, ആ ജീവിതത്തിൽ നമ്മൾ കണ്ണുകൊണ്ട് കാണേണ്ട ചില അത്ഭുതങ്ങളിലൂടെയാണ് നമ്മുടെ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല പോലെ പറയാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. 10:45 വരെയാണ് സമയം. അപ്പോൾ 1.25 മണിക്കൂർ, 2.5-3 മണിക്കൂർ പറയുന്ന വിഷയം നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് പെട്ടെന്ന് പറയാണ് ഇൻഷാ അല്ലാഹ്. മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന് പരിശുദ്ധ റസൂൽ പറഞ്ഞിട്ടുണ്ട്. സ്വർഗ്ഗത്തിന്റെ മജ്ലിസിലാണ് ഞാനും നിങ്ങൾ ഒരുമിച്ച് കൂടിയത്. അതുകൊണ്ട് പൊന്നാര മുഅ്മിനെ, ഇവിടെ ഇരിക്കുന്നത് ഒരിക്കലും തന്നെ നഷ്ടമാവില്ല. 2 സ്വർഗ്ഗമാണ് ഇവിടെ ഒരുമിച്ച് കൂടിയത്. നമ്മുടെ മാതാവ് അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, മാതാവിന്റെ കാലിന്റെ ചുവട്ടിൽ സ്വർഗ്ഗമുണ്ട്.
ഈ മജ്ലിസുൽ ഇൽമ് സ്വർഗമാണ്. ഈ രണ്ട് സ്വർഗവും ഒരുമിച്ച് കൂടിയ ഈ പരിശുദ്ധമായ വേദിയിൽ അല്ലാഹുവിനോട് ദുആ ചെയ്ത ഇജാബത്ത് കിട്ടും, സംശയമില്ല. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക, ഈ പ്രഭാഷണം അവസാനിക്കുന്നത് വരെ 10-20 വർഷങ്ങൾക്ക് മുമ്പാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ നടന്നത്. അതിന്റെ ശേഷം ആദ്യമായിട്ടാണെന്ന് സംഘാടകർ പറഞ്ഞു. അൽഹംദുലില്ലാ, നല്ലൊരു മുന്നേറ്റമാണ്. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കാഴ്ചവെക്കുന്ന ഈ സേവനം ഈ നാട്ടിലെ ചെറുപ്പക്കാരിൽ അല്ലാഹു നിലനിർത്തി അനുഗ്രഹിക്കട്ടെ. അവർ ഇതിന് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അതിനുള്ള തന്റേടവും ഖുവ്വത്തും സലാമത്തും അല്ലാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. പരിസര പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് ദീനി ദാവി പ്രവർത്തനങ്ങൾ വളരെ മനോഹരമായി നടക്കുമ്പോൾ ഈ കുറുവന്തേരി എന്ന പ്രദേശത്ത് ആദ്യമായിട്ടാണ്, വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണെന്ന് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് അത് അല്ലാഹു നിലനിർത്തി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഇതിന്റെ പിന്നിൽ ആര് നിൽക്കുന്നോ ഒന്നും പേടിക്കണ്ട, അല്ലാഹു ആഖിറം സലാമത്താക്കി തരും. കാരണം മഹാനായ കണ്യത്ത് ഉസ്താദ് പറഞ്ഞത്, ഈ പതാകക്ക് കീഴിൽ പരിശുദ്ധ ദീനിന്റെ പിന്നിൽ ആരൊക്കെയാണോ പണിയെടുക്കുന്നത് അവർക്കൊക്കെ അല്ലാഹുവിന്റെ വിശുദ്ധമായ സ്വർഗത്തിൽ സ്ഥാനമുണ്ടാകട്ടെ എന്ന് മഹാനായ കണ്യത്ത് ഉസ്താദ് ദുആ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മുഅ്മിനുകളെ അതിനുവേണ്ടി പണിയെടുത്തോ, അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇതിനുവേണ്ടി ഓടി നടക്കുന്നത്, പോസ്റ്റർ ഒട്ടിക്കുന്നത് എല്ലാം അല്ലാഹുവിന്റെ നിങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ടിൽ അല്ലാഹു മഹത്തായ സൽക്കർമ്മമാക്കി തരും. അങ്ങനെ ആക്കി തരട്ടെ. ആലമുൽ ബർസഖിലേക്ക് ഒരു മനുഷ്യൻ യാത്ര പോകുന്നു. ആ ആലമുൽ ബർസഖിൽ അല്ലാഹു ചില ആളുകൾക്ക് നന്മ കൊടുക്കും, വേറെ ചില ആളുകൾക്ക് അല്ലാഹു എമ്പാടും പരാജയവും പ്രശ്നങ്ങളുമാണ് കൊടുക്കുക. ഞാനും നിങ്ങളും അങ്ങോട്ട് ചെല്ലുമെന്ന കാര്യം സ്പഷ്ടമാണ്. പിന്നെ ബുദ്ധിയുള്ള ആളുകൾ എന്ത് ചെയ്യും? അവിടെ സ്വല്പം നന്മയും അവിടെ ആനന്ദവും അവിടെ സന്തോഷവും കിട്ടാൻ എന്ത് മാർഗം അതന്വേഷിക്കും. അതാണ് ബുദ്ധിമാന്മാർ ചെയ്യുക. സുഫിയാക്കളായ മഹാന്മാരൊക്കെ ദുനിയാവിനോടുള്ള പ്രേമം വേണ്ടെന്ന് വെച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് ഓടിയെടുത്തത് ഈ ഒരു അദൃശ്യ ലോകത്ത് നന്മ കിട്ടണം, അല്ലാഹുവിലേക്ക് ഓടിയെടുക്കണമെന്നുള്ള ചിന്ത മനസ്സിൽ ബുദ്ധിയുള്ളത് കൊണ്ടാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, തിൽകദ്ദാറുൽ ആഖിറഹ് نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. تلك الدار الآخرة, അല്ലാഹുവിന്റെ ആ ആഖിറ ലോകം, ബർസഖി അടക്കമുള്ള ആ ദൃശ്യ ലോകത്ത്, നജഅലുഹാ, അവിടെ അല്ലാഹു ഒരുപടി നന്മ കൊടുക്കുന്നു. الذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. ആർക്കാണ് അല്ലാഹുവിന്റെ അദൃശ്യങ്ങളുടെ ലോകത്ത് അല്ലാഹു നന്മ കൊടുക്കുന്നത്? വിശുദ്ധ ഖുർആൻ പറയുന്നത്, നജഅലുഹാ للذين لا يريدون علوا في الأرض ولا فسادا. ഭൂമിയിൽ അവർ അഹങ്കാരം മനസ്സിൽ ചിന്തിക്കാത്ത علوا في الأرض ولا فسادا والعاقبة للمتقين. അവരെ മനസ്സിൽ അഹംഭാവമില്ല. ഞാനാണ് നാട്ടിലെ ഒന്നാമൻ, എനിക്കല്ലാതെ കാര്യങ്ങളെ നിർവഹണത്തിനുള്ള ശക്തിയില്ല, ഞാൻ തന്നെയാവണം ഒന്നാമൻ. എന്റെ മനസ്സിനകത്ത് അല്ലാഹുവിനും മുത്തറസൂലിനും ഇഷ്ടമില്ലാത്ത ഒരുപടി അഹംഭാവത്തിന്റെ വൃത്തികെട്ട ചിന്ത മനസ്സിലുണ്ടോ, അവർക്ക് അല്ലാഹു വിജയം കൊടുക്കില്ല എന്നല്ലേ അർത്ഥം. ഭൂമിയിലൂടെ അഹംഭാവം നടിച്ചുകൊണ്ട് നടക്കുന്നത് മനസ്സിൽ വല്ലാത്ത അതിക്രമ മനോഭാവമാണ്. വലാ ഫസാദ, ഭൂമിയിൽ ഫസാദിനെ ആഗ്രഹിക്കാത്തവരാണവർ. മുഅ്മിനുകളെ, കുറുവന്തേരിയിൽ വന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശുദ്ധ ഖുർആൻ രണ്ട് കാര്യങ്ങള് സ്പഷ്ടമായി പറയുന്നത് നമ്മുടെ ഖൽബിലേക്ക് തട്ടുന്ന രീതിയിൽ പറയുന്നത് എന്തിനെയാണ്? ഖൽബിൽ അഹംഭാവമില്ലാത്തവർ, ഭൂമിയിൽ ഫസാദിനെ ആഗ്രഹിക്കാത്തവർ, അത് നമ്മുടെ കുടുംബത്തിലാകാ, സംഘടനകളിലാകാ, പ്രസ്ഥാനങ്ങളിലോ നാട്ടിലോ സമൂഹത്തിലോ ഫിത്നയും ഫസാദും ഉണ്ടാകണം, നാട്ടുകാർ പരസ്പരം തമ്മിൽ തല്ലണം എന്ന ചിന്ത മനസ്സിലുണ്ടോ, അവൻക്ക് അല്ലാഹുവിന്റെ ബർസഖിന്റെ ലോകത്ത് രക്ഷയില്ല എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുകയാണ്. ലാ യുരീദൂന, അവർ ആഗ്രഹിക്കാത്തവരാണ്, അവർ ചിന്തിക്കാത്തവരാണ്, ഉദ്ദേശിക്കാത്തവരാ.
ഒരു വലിയ വീടുണ്ടാകുമ്പോഴേക്ക്, ഒരു കാറ് വാങ്ങുമ്പോഴേക്ക്, അതല്ലെങ്കിൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ആകുമ്പോഴേക്ക്, പ്രസിഡന്റ് ആകുമ്പോഴേക്ക് ഞാൻ തന്നെയാണ് ഉന്നമെന്ന് ചിന്തിക്കുന്നത്, എനിക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്നുള്ള മോശമായ ചിന്തയുണ്ടോ? പിന്നെ അല്ലാഹുവിന്റെ ഖബറിന്റെ ലോകത്ത് രക്ഷയില്ല. ഇത് പറയുന്നത് ആരാണ്? ഏതെങ്കിലും ബാലരമക്കാരനോ മംഗളക്കാരനോ വാറോല പറഞ്ഞതല്ല, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനാണ് പറയുന്നത്. രണ്ടാമത് പറഞ്ഞതോ ഭൂമിയിൽ അവൻ അതിക്രമം ചിന്തിക്കാത്തവരാണ്, ഉദ്ദേശിക്കാത്തവരാണ്. ഫസാദ് ഉണ്ടാക്കുന്നത് അതൊരു സംസാരം കൊണ്ടാവാ, ഒരു കൈപ്രയോഗം കൊണ്ടാകാ, ഒരു ചിന്ത കൊണ്ടാകാ, നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മുടെ നാടുകളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സൗഹൃദ ബന്ധങ്ങളിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ചിന്താമണ്ഡലങ്ങളിലേക്ക് കൊണ്ടുവരുമ്പോ, പ്രശ്നങ്ങൾ ഉണ്ടാകണമെന്ന് ചിന്തിക്കുന്നത്, പ്രശ്നങ്ങൾ വരുത്തി തീർക്കാൻ മുമ്പിട്ടിറങ്ങുന്നത് അവർക്ക് അല്ലാഹുവിന്റെ ബർസഖിന്റെ ലോകത്ത് രക്ഷയില്ലെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ചിന്തിക്കണം നമ്മൾ. രണ്ട് കാര്യമാണ് നിസ്കരിക്കുന്നവരെന്ന് അവിടെ പറഞ്ഞില്ല, നോമ്പ് നോൽക്കുന്നതോ അതുപോലെയുള്ള ഇബാദത്തിന്റെ കാര്യങ്ങളോ പറയുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഏറ്റവും ഗൗരവപരമായി വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പറഞ്ഞത് ഫസാദ് ഉണ്ടാക്കാത്തവരാണ്. മുഅ്മിനുകളെ അത് ചെയ്യാൻ നിൽക്കണ്ട. സ്നേഹത്തോടെ, മനസ്സിൽ വല്ലാതെ റബ്ബിനോടുള്ള പേടിയോടെ, കുടുംബങ്ങളിലല്ല, സൗഹൃദ ബന്ധങ്ങളിലല്ല, ഇഷ്ടത്തോടെയുള്ള മുന്നോട്ട് പോക്ക്, അതാണ് അല്ലാഹുവിന് ഇഷ്ടം. അല്ലാത്തതല്ല അല്ലാഹുവിന് പൊരുത്തമില്ല. അല്ലാഹുവേ, ഞങ്ങളെ രക്ഷയുടെ മാർഗത്തില്, നീ പൊരുത്തപ്പെട്ട മാർഗത്തില് ഞങ്ങൾ ഉറപ്പിച്ചു നിർത്തണേ അല്ലാഹ്. രണ്ട് കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മുടെ മനസ്സിൽ ഇനി അഹംഭാവം വേണ്ട. എത്ര അഹങ്കാരം ഉണ്ടെങ്കിലും നമ്മൾ വിചാരിക്കും നമ്മൾ ജാടായിട്ട് വെയിറ്റിട്ട് നടന്നു കഴിഞ്ഞാൽ ആളുകൾക്കിടയിൽ നമുക്ക് വില ഉണ്ടാകുമെന്ന്. ഒരിക്കലും കരുതണ്ട. നമ്മൾ സ്വല്പം ജാടയുണ്ടെന്ന് ആളുകൾക്ക് തോന്നിയാൽ മതി, നമ്മുടെ ആളുകളെ മനസ്സിനകത്ത് നമുക്കുള്ള വില, നമ്മുടെ വാല്യൂ അതങ്ങ് നഷ്ടപ്പെട്ടു പോകും. ഒരു സംശയവും ഇല്ല. കണ്ടില്ല, വലിയ പുരണ്ടാക്കി വലിയ കാറ് വാങ്ങി നടക്കുന്ന ആൾക്കാരുടെ മനസ്സിൽ വില ഉണ്ടാവില്ല മുമ്പിനെ. അതുകൊണ്ട് താഴ്മയോടെ, വിനയത്തോടെ നടക്കാൻ ശ്രമിക്കുക. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ദാസന്മാരെ പറ്റി വിശുദ്ധ ഖുർആൻ പറയുന്നത്, വഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർളി ഹൗനാ. അല്ലാഹുവിന് ഇഷ്ടമുള്ള ആളുകൾ, അല്ലാഹുവിന് പൊരുത്തമുള്ള ആളുകൾ, അല്ലാഹുവിന് ഏറെ സ്നേഹമുള്ളവര്, അവർ ഭൂമിയിലൂടെ നടക്കുന്നത് വിനയത്തോടെയാണ്, താഴ്മയോടെയാണ്. അവരുടെ മനസ്സിൽ അഹംഭാവമില്ല, അവരുടെ കൽബിൽ ജാടയില്ല, അവരുടെ കൽബിൽ മറ്റവനേക്കാൾ വലിയവനാണെന്നുള്ള മോഹമില്ല. അവന്റെ കൽബിലുള്ളത് താഴ്ന്ന ചിന്തയാണ്, വിനയ ചിന്തയാണ്. അല്ലാഹുവിന് പൊരുത്തമുള്ള ആളുകളെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ കലാമാണ് പറയുന്നത്. നമ്മൾക്ക് അങ്ങനെയാകാൻ സാധിക്കണം. ഇവിടുത്തെ ചെറുപ്പക്കാരെ സ്കാസഫിന്റെ കൂട്ടുകാരൊരുക്കി വെച്ച മനോഹരമായ പ്രോഗ്രാമിൽ ആരൊക്കെ വന്നിരുന്നാലും നമ്മുടെ മനസ്സിലേക്ക് പ്രഭാഷണം കഴിഞ്ഞുകൊണ്ട് എന്ത് നേടിയെന്ന് ചോദിക്കുമ്പോ ജാടയുണ്ടോ ഉസ്താദേ എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്താദിന് വേണ്ടി മാറ്റിവെക്കണ്ട. സ്വന്തം നാഥന് വേണ്ടി, അല്ലാഹുവിന് വേണ്ടിയിട്ട് ഈ പരിശുദ്ധമായ സദസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കുകയാണ്, പ്രതിജ്ഞ എടുക്കുകയാണുള്ള മനസ്സിൽ നിന്ന് ഞാൻ ജാട മാറ്റി വെക്കുകയാണ്. വിനയത്തോടെയുള്ള ജീവിതം അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് തരട്ടെ. അങ്ങനെ നല്ല വിനയത്തോടെയുള്ള ജീവിതം നയിക്കുന്ന എല്ലാവരോടും സ്നേഹവും മമതയും ആഗ്രഹിക്കുന്നവർക്കാണ് ആ ബർസഖിൽ വിജയമുണ്ടാകുക എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു വെക്കുന്നു. ആ ബർസഖിന്റെ ലോകത്തേക്ക് നമ്മൾ വിചാരിക്കും ഈ സ്വർഗ നരകങ്ങൾ എന്നൊക്കെ പറയുന്നത് അത് ഒരുപാട് അങ്ങ് കഴിഞ്ഞിട്ടുള്ളതാണെന്ന് നമ്മളൊക്കെ കരുതിയേക്കും. ഒരിക്കലും തന്നെ അങ്ങനെയല്ല. നമ്മൾ ഇവിടെ ജീവിക്കുമ്പോൾ തന്നെ നമ്മൾക്കത് മനസ്സിലാകും. എങ്ങനെ? നമ്മുടെ വാപ്പമാര്, നമ്മുടെ ഉപ്പമാര്, അവർ സ്വർഗത്തിലാണെങ്കിൽ അവർ സ്വർഗം കണ്ടിട്ടാണ് മരിച്ചുപോയത്. നരകത്തിലാണെങ്കിലോ അവർ നരകം കണ്ട് അനുഭവിച്ചുകൊണ്ടാണ് ഇവിടുന്ന് പോയത്. ഇവിടം തന്നെ എല്ലാം നമ്മൾക്ക് മനസ്സിലാകുമെന്നാണ് റസൂലുള്ളാഹി. ഒരാൾ മരിക്കാൻ കിടക്കുന്ന നേരത്ത് ഒരു പിടി മലക്കുകൾ വരുന്നു, ഒരുപാട് മലക്കുകൾ. അസ്രായിൽ വരുന്നതിന്റെ മുന്നേ മലക്കുകൾ വന്നിട്ട്
മോശപ്പെട്ട മനുഷ്യനാണെങ്കിൽ അവന്റെ അടുത്ത് വന്നുകൊണ്ട് അവനോട് പറയും, അല്ലാഹുവിന്റെ ശത്രുവേ, അല്ലാഹുവിന്റെ ശത്രുവേ, നിനക്കിന്ന് നമ്പരമാണ്, പ്രയാസമാണ്, നിനക്കിന്ന് സങ്കടമാണ്. നരകത്തിന്റെ ഫോട്ടോ എന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് നീ രക്ഷപ്പെടില്ല, നീ ചെന്നു ചേരുന്നത് ഈ കാണുന്ന നരകത്തിലേക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ഇടിക്കുകയും പൊടിക്കുകയും ചെയ്യുകയാണ്. ആ ഒരു ബേജാറിൽ, അങ്കലാപ്പിൽ വിശുദ്ധമായ കലിമത്ത് തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് പറയാൻ അവൻ മറന്നു പോകുകയാണ്, വിയർത്തു കുളിക്കുകയാണ്. ഒരു സെക്കൻഡ് കൂടി എനിക്കൊന്ന് പിന്തിപ്പിച്ചു തരുമോ? ചോദ്യം കൊണ്ട് കാര്യമില്ല, ചോദിച്ചിട്ട് കാര്യമില്ല. അല്ലാഹുവിന്റെ ശത്രുവേ, നിനക്കിന്ന് പ്രയാസമാണ്, നിനക്കിന്ന് നമ്പരമാണ്, അല്ലാഹുവിന്റെ നരകത്തിലേക്കാണ് പോകുന്നത് എന്നവന് പറഞ്ഞുകൊണ്ട് നരകത്തിന്റെ ഫോട്ടോ കാണിക്കുകയാണ്. മാത്രമല്ല അവൻ അടിക്കുകയും ഇടിക്കുകയും തൊഴിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെയാണ് നരകത്തെ അനുഭവിച്ചുകൊണ്ട്, നരകം മുന്നിൽ കണ്ടുകൊണ്ട്, അങ്ങനെയാണ് അദൃശ്യലോകത്തിലേക്ക് പോകുന്നത്. നല്ല മനുഷ്യനാണെങ്കിലോ വളരെ ഹാപ്പിയോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ നിനക്ക് സ്വർഗമാണ് എന്നവനോട് പറഞ്ഞുകൊണ്ട്, എല്ലാ സമാശ്വാസത്തിന്റെ വർത്തമാനം പറഞ്ഞുകൊണ്ട്, മോനെ പേടിക്കണ്ട, നീ ചെന്നു ചേരുന്നത് സുന്ദരമായ കൊട്ടാരത്തിലേക്കാണ്. നിന്റെ ദുനിയാവിലുള്ള വീടുമെല്ലാം, നിന്റെ ദുനിയാവിലുള്ള ആർഭാടങ്ങളെല്ലാം, നിന്റെ ദുനിയാവിലുള്ള എല്ലാ സുഖങ്ങളെക്കാൾ ഇരട്ടി സുഖം കിട്ടുന്ന അല്ലാഹുവിന്റെ മനോഹരമായ ലോകത്തിലേക്കാണ്. അതുകൊണ്ട് നമ്പരപ്പെടണ്ട, സങ്കടപ്പെടണ്ട എന്ന് അവൻ ആശ്വാസത്തിന്റെ വർത്തമാനം പറഞ്ഞു കൊടുത്തുകൊണ്ട് അവനെ നല്ലപോലെ എണ്ണയിൽ നിന്ന് നൂല് വലിക്കുന്ന പോലെ അവന്റെ റൂഹ് പിടിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുത്തുനബി തങ്ങളാണ് പറഞ്ഞത്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് അത് എന്തെങ്കിലും ഹവ പറഞ്ഞതല്ല. മുത്തുനബി തങ്ങൾ പറയുന്നത് എന്താണ്? അത് അല്ലാഹുവിന്റെ വർത്തമാനമാണ്. അല്ലാഹു പറഞ്ഞു കൊടുക്കുന്നത്, അല്ലാഹു വഹിയായി ഇൽഹാമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് അല്ലാതെ മുത്തുനബി പറഞ്ഞിട്ടില്ല. മുത്തുനബി പറഞ്ഞതെല്ലാം അത് വിശ്വസിക്കുക എന്നത് വിശ്വാസിയുടെ മുഅ്മിനിന്റെ കടമയാണല്ലോ. വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്തിനാണ്? ഒന്നാമതായി അല്ലാഹുവിന്റെ കലാം സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ബഖറയിലൂടെ ആരാണ് മുഅ്മിൻ എന്ന് പഠിപ്പിച്ചു തരികയാണ്. നിസ്കാരം പഠിപ്പിക്കുന്നതിന്റെ മുന്നേ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ മനോഹരമായി പറയുകയാണ്, അല്ലദീന യുഅ്മിനൂന ബിൽഗൈബ്. മുഅ്മിനുകൾ എന്ന് പറഞ്ഞാൽ ആരാ? മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? വിശുദ്ധ ഖുർആൻ പറയുകയാണ്, അല്ലദീന യുഅ്മിനൂന ബിൽഗൈബ്. അദൃശ്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. അല്ലാഹുവേ, നീ ഞങ്ങളോടൊന്ന് പറഞ്ഞാൽ സമിഅനാ വഅതഅനാ, ഞങ്ങളത് കേട്ടുകൊള്ളാം റബ്ബേ, ഞങ്ങളത് അനുസരിച്ചു കൊള്ളാം റബ്ബേ എന്ന് പറയുന്ന, ഒരു വേള പോലും ഡൗട്ടില്ലാത്ത, ഒരു സംശയത്തിന്റെ ലാഞ്ചന പോലും ഇല്ലാത്ത അങ്ങനെയുള്ള കറകളഞ്ഞവർക്കാണ് മുഅ്മിൻ എന്ന് പറയുക എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനാണ് പറയുന്നത്. മുഅ്മിനുകൾ അദൃശ്യങ്ങളായ അത്ഭുതങ്ങൾ, അദൃശ്യ ലോകത്തിന്റെ അത്ഭുതങ്ങൾ, ഗൈബിയായ കാര്യങ്ങളെല്ലാം അത് വിശ്വസിക്കേണ്ടവരാണ്, വിശ്വസിക്കേണ്ടവരാണ്. അത് കഴിഞ്ഞിട്ടാണ് നിസ്കാരം പഠിപ്പിച്ചത്, അത് കഴിഞ്ഞിട്ടാണ് നോമ്പ് പഠിപ്പിച്ചത്. ഒന്നാമതായി
ഒന്നാമതായി അള്ളാന്റെ കലാം പറയുന്നത് വിശ്വാസത്തെ സംബന്ധിച്ചുകൊണ്ടാണ്, അദൃശ്യങ്ങളെ സംബന്ധിച്ചുകൊണ്ടാണ്. അതിന്റെ ഗൗരവമാണ് അതിലൂടെ ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് മുഅ്മിനേ, നമ്മൾ ഒരു പിടി അത്ഭുത സംഭവങ്ങളിലൂടെ പോകുമ്പോ ഉസ്താദേ ഇതെല്ലാം സംഭവിക്കുമോ എന്ന് മനസ്സിനകത്ത് സംശയത്തിന്റെ ലാഞ്ചന കടന്നു വന്ന പിന്നെ നമ്മൾക്ക് മുഅ്മിൻ പറയാൻ പറ്റുമോ? പിന്നെ മുസൽമാൻ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അല്ലാഹുവിന്റെ വിശുദ്ധ കലാം വളരെ ഗൗരവപരമായിട്ട് നമ്മളോട് ഉണർത്തി വെച്ചതാണ്. ആ മനോഹരമായ സൂത്രത്തിലൂടെ വിശ്വാസത്തിന്റെ ജൽപ്പനങ്ങൾ അല്ലാഹു പറഞ്ഞു കൊടുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരന്മാരെ, ഒരുപിടി അത്ഭുത സംഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു റളിയല്ലാഹു തആല മക്കയുടെയും മദീനയുടെയും ചാരത്തുള്ള പരിസരങ്ങളിലൂടെ നടന്നു പോകുമ്പോ ഞാൻ ഒരുപിടി അത്ഭുതങ്ങൾ, ഈ സംഭവങ്ങൾ ഇവിടെ പറയുമ്പോ നിങ്ങളുടെ മനസ്സിനകത്തേക്ക് വരണ്ട, നിങ്ങളുടെ മനസ്സിനകത്തേക്ക് ചിന്തിക്കണ്ട. ഉസ്താദേ എവിടെന്നാണ് ഇതൊക്കെ പറയുന്നത്? ഇത് ഏതെങ്കിലും ബാലരമക്കാരൻ വിളിച്ചു പറഞ്ഞതാണോ? ഏതെങ്കിലും വാറോലക്കാരൻ നിയമം പറഞ്ഞതാണെന്ന് നിങ്ങളുടെ മനസ്സിനകത്തേക്ക് ചിന്ത വന്നാ പിന്നെ മുസൽമാൻ എന്ന് പറയാൻ പറ്റില്ല. ഗൗരവത്തോടെയാണ് പ്രിയപ്പെട്ടവരെ പറയുന്നത്. മഹാന്മാരായ നേതാക്കന്മാരും ആലിമീങ്ങളും ആരിഫീങ്ങളും അവർ കണ്ണുകൊണ്ട് കണ്ട അദൃശ്യലോകത്തിലെ അത്ഭുതങ്ങളാണ് പറയാൻ പോകുന്നത്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു റളിയല്ലാഹു തആല മനോഹരമായി കൊണ്ട് നമ്മളോട് പറഞ്ഞിടുന്ന സംഭവമാണ്. ബഹുമാനപ്പെട്ടവർ മക്കയുടെ മദീനയുടെ പരിസരത്തൂടെ നടന്നു പോകുമ്പോ ഒരു ശ്മശാനത്തിന്റെ പരിസരത്തെത്തുമ്പോ ഒരു ചെറുപ്പക്കാരങ്ങനെ നിന്ന് കത്തുകയാണ്. ഖബറിന്റെ പരിസരത്തുള്ള ഒരു ചെറുപ്പക്കാരൻ ശരീരമാകെ തീ കൊണ്ടിങ്ങനെ വെന്തു നേറുകയാണ്. ശരീരമാകെ വല്ലാതെ തീ പടരുകയാണ്. ഈ അബ്ദുല്ലാഹ് ഇബ്നു റളിയല്ലാഹു തആല എന്നിവനെ കണ്ടപ്പോ ആ ശരീരമാസകലം കത്തിക്കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരൻ വിളിക്കുകയാണ്, യാ എന്നെ സഹായിക്കണേ. അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അന്നോട് പറയുക, ശരീരമാകെ വല്ലാതെ കത്തിക്കരിഞ്ഞുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരനാണ്. ഒരു ശ്മശാനത്തിന്റെ അടുത്ത്, ഒരു ഖബറിന്റെ പുറത്ത് ഒരു ചെറുപ്പക്കാരന്റെ ശരീരം ഇങ്ങനെ കത്തുകയാണ്, വെന്ത് നീറുന്നു. അബ്ദുല്ലാഹ് റളിയല്ലാഹുവിനെ കണ്ടപ്പോ വിളിച്ചു, അബ്ദുല്ലാഹ് ഒന്ന് വരി, സ്വല്പം വെള്ളം എടുത്ത് എന്റെ ശരീരത്തിലേക്കൊന്ന് ഒഴിക്കി എന്ന് വിളിക്കുന്നു. അബ്ദുല്ലാഹ് റളിയല്ലാഹു വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓടുകയാണ്. എവിടെ നിന്നാണ് വെള്ളം കിട്ടുക എന്ന് അന്വേഷിച്ചു പോകുമ്പോ ആരോ വിളിച്ചു പറയാണ്, എവിടെന്നോ, യാ അബ്ദുല്ലാഹ് അയാളെ സഹായിക്കണ്ട. കാരണം എന്തേ? അല്ലാഹു കൊടുക്കുന്ന ശിക്ഷയാണ്. അയാള് നിങ്ങൾ ദുനിയാവിലുള്ള സർവ്വ വെള്ളമൊഴിച്ചാലും ആ മനുഷ്യന്റെ ശരീരത്തിലുള്ള തീ കെടുത്താൻ പറ്റില്ല. സാഗരങ്ങളുടെ വെള്ളമൊഴിച്ചാലും കിണറുകളിലുള്ള സകലമായ വെള്ളമെടുത്തൊഴിച്ചാലും ആ മനുഷ്യന്റെ ശരീരത്തിലുള്ള തീ അണക്കാൻ നിങ്ങൾക്ക് കഴിയൂല. അല്ലാഹു കത്തിക്കുന്ന തീയാണ്. അതുകൊണ്ട് ആ മനുഷ്യനെ നിങ്ങൾ സഹായിക്കല്ലേ. ആ മനുഷ്യനിലാ യൗമുൽ ഖിയാമ, ഖിയാമത്തിന്റെ നാൾ വരെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കട്ടെ. ഇത് പറഞ്ഞതാരാണ്? പരിസരമാകെ നിരീക്ഷിക്കുമ്പോ, പരിസര പ്രദേശങ്ങളാകെ നിരീക്ഷിക്കുമ്പോ ഒരു മനുഷ്യനെ പോലും കാണുന്നില്ലല്ലോ. അല്ലാഹുവിന്റെ മാലാഖമാർ അവർ വിളിച്ചു പറയുന്നതാണ്, മാലാഖമാര് വിളിച്ചു പറഞ്ഞതാ, ദുനിയാവിലുള്ള സർവ്വ വെള്ളമൊഴിച്ചാലും ആ മനുഷ്യന്റെ ശരീരത്തിലുള്ള തീ നിങ്ങൾക്ക് അണക്കാൻ പറ്റില്ല. അബ്ദുല്ലാഹ് റളിയല്ലാഹു പേടിയോടെ ബേജാറോടെ, അല്ലാഹുവേ ആരാണിത് വിളിച്ചു പറഞ്ഞത്? പരിസരമാകെ നിരീക്ഷിച്ചുകൊണ്ട് നിൽക്കുമ്പോ ഈ ചെറുപ്പക്കാരനെ ഖബറിലേക്ക് തന്നെ
ആരോ വലിച്ചു താഴ്ത്തുന്നത് കാണുകയാണ്. കഴുത്തിലൊരു ചങ്ങലയുണ്ടല്ലോ, ആ ചങ്ങല കൊണ്ട് ഖബറിലേക്ക് തന്നെ തള്ളിവിടുകയാണ്. അല്ലാഹുവേ, അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയാണ്, അതിന്റെ ശേഷം നിന്നെ ഞാൻ ആ പരിസരത്തൂടെ ഒറ്റക്ക് നടക്കാറുണ്ടായിരുന്നില്ല. എന്റെ കണ്ണ് വല്ലാതെ മഞ്ഞളിച്ചു പോയി. എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഇങ്ങനത്തെ ഒരു അനുഭവം ഞാൻ അനുഭവിച്ചില്ല. ഒരു മനുഷ്യൻ ഇങ്ങനെ കത്തുകയാണ്, അല്ലാഹു കൊടുക്കുന്ന ശിക്ഷയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അത് നമ്മൾക്ക് ലഭിക്കാതിരിക്കണമെങ്കിൽ, നമ്മൾക്ക് ആ ചൂട് അനുഭവിക്കാതിരിക്കണമെങ്കിൽ ആലോചിച്ചു നോക്കൂ. ഈ വേനൽകാലത്തിന്റെ സമയത്ത് മഴ കിട്ടുന്നില്ലല്ലോ, നമ്മുടെ വീട്ടിനകത്തൊരു ഫാൻ ഇല്ലാതെ നമ്മൾക്ക് ഉറങ്ങാൻ പറ്റുമോ? ഈ കുറുവന്തേരിയിൽ വന്നവർ ചിന്തിക്കേണ്ട സംഗതി പറയാണ്. നമ്മുടെ വിശാലമായ റൂമുണ്ടല്ലോ, ഒരുപാട് ആളുകൾക്ക് നല്ലപോലെ കിടന്നുറങ്ങാൻ സൗകര്യമുള്ള നമ്മുടെ മനോഹരമായ വീട്ടിൽ ഒരു ഫാനോ എസിയോ ഇല്ലാതെ നമ്മൾക്ക് ഉറക്കം നമ്മൾക്ക് വരുന്നില്ലല്ലോ. വിശാലമായ ഭൂമിയിൽ എല്ലാ എയറേഷൻ സംവിധാനങ്ങളുള്ള വായുവെല്ലാം യഥേഷ്ടം കിട്ടുന്ന ആ വിശാലമായ റൂമിൽ പോലും നമ്മൾക്ക് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. പിന്നെയോ പച്ച മണ്ണിലേക്ക് ചെല്ലുമ്പോ ഉറപ്പുള്ള സംഗതിയല്ലേ. വയലിന്റെ ആസ്വദിച്ചുകൊണ്ട് പോകണ്ട, വയല് കേട്ടുകൊണ്ട് പാട്ട് കേട്ടുകൊണ്ട്. ഉസ്താദ് ഒരുപാട് വയലിന്റെ അതല്ലെങ്കിൽ പാട്ടിന്റെ ശൈലിയിൽ പറഞ്ഞു പോയതാണ് എന്ന അഭിപ്രായം നിങ്ങൾ പറയുന്നതിന്റെ മുന്നേ ഓരോരുത്തരും മനസ്സിലേക്ക് ചിന്തിക്കണമേ. പച്ചമണ്ണിലേക്ക് ചെല്ലുമ്പോ ഇന്ന് നമ്മൾ വാട്സപ്പിലൂടെ മീഡിയയിൽ കണ്ടു, ഒരു ടെക്സ്റ്റൈൽസ് മുതലാളിയുടെ ഒരു ചെറുപ്പക്കാരന്, ഒരു പ്രിയപ്പെട്ട മോനെ, കൊണ്ടോട്ടിയിലുള്ളൊരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് മരിച്ചു പോയ സംഭവം നമ്മൾ വാർത്തയിലൂടെ മീഡിയകളിലൂടെ കണ്ടു. എത്രയെത്ര ചെറുപ്പക്കാർ, ഒരുപാട് ആളുകൾ അങ്ങനെ മരിക്കുമ്പോ പൊന്നാര മുഅ്മിനേ, ഉള്ള സമയമുണ്ടല്ലോ പടച്ച റബ്ബിന് വേണ്ടി സമർപ്പിച്ച പിന്നെ നമ്മൾക്ക് പേടിക്കാനില്ല. ചിന്തിക്കണം നമ്മൾ, ഈ നിമിഷം ഞാൻ മരിച്ചു പോയാൽ, ഇപ്പം ഞാൻ മരിച്ചു പോയാൽ നാളെ നേരം വെളുക്കുമ്പോ പച്ച മണ്ണിലാണല്ലോ പിന്നെ എന്റെ ജീവിതം ഉണ്ടാകുന്നത്. പിന്നെ കാരനിക്ക് അന്യമാണ്, പിന്നെ എന്റെ സമ്പത്ത് അന്യമാണ്. എന്റെ വീടോ ഭാര്യയോ കുട്ടികളോ വാപ്പയോ ഉമ്മയോ എന്റെ സൗഹൃദ ബന്ധങ്ങളോ എല്ലാം എനിക്ക് അന്യമാണല്ലോ അല്ലാ. പിന്നെ നമ്മൾ മയ്യത്തിന് മാത്രം അറിയപ്പെടുകയാണ്. മരിച്ചുപോയി 4-5 ദിവസം ഒരുപാട് അനുശോചനങ്ങളോട് നമ്മുടെ ഓർമ്മകൾ അങ്ങ് കെട്ടടങ്ങി പോവുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, കുട്ടിയാലി ഹാജി എന്ന് പറയുന്ന ഹാജിയാറ് മനോഹരമായ വേദി കെട്ടിയിട്ട് നമ്മൾ സ്മരണ നടത്തുന്നത് എന്തെന്നറിയോ? ആ കാലഘട്ടത്തിൽ ഒരുപാട് ഹാജിമാര് ജീവിച്ചിട്ടുണ്ടല്ലോ. ഇദ്ദേഹത്തിന്റെ പേരിൽ നമ്മൾ സ്മരണ നടത്തുന്നത് ജീവിതത്തിന്റെ കാലഘട്ടത്തിൽ അള്ളാഹു ഓർത്തുപോയത് കൊണ്ടല്ലേ, പടച്ച റബ്ബിന് വേണ്ടി സ്മരണ നടത്തിയത് കൊണ്ടല്ലേ. നമ്മളങ്ങ് മരിച്ചു പോയാൽ ആരാ പിന്നെ ഓർക്കാനുള്ളത്? ഭാര്യ ഓർക്കുമോ? ഭാര്യ ചിന്തിക്കുന്നത് വേറൊരു പുതിയ പഠന കിട്ടണല്ലോ. മക്കള് പോലും 4 ദിവസമോ 5 ദിവസമോ അല്ലാതെ പിന്നെ ഓർമ്മ ആണ്ട് വരുമ്പോ മാത്രം, ഒരു കൊല്ലം കഴിഞ്ഞല്ലോ, എന്റെ ഉപ്പ മരിച്ചു പോയല്ലോ, ഒരു ദിവസം ഉസ്താദിനെ വിളിച്ചുകൊണ്ട് മൗലൂദ് കഴിക്കും. നമ്മുടെ ഓർമ്മ അങ്ങ് കെട്ടടങ്ങി പോവുകയാണ്. നമ്മളൊക്കെ ചിന്തിക്കേണ്ട സംഗതിയാണ്, എന്തിനാണ് നമ്മുടെ ഈ ജീവിതം? ജീവിതത്തിന്റെ പൊരുൾ നമ്മൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? നമ്മുടെ ഒരു യാത്ര ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷനിലേക്ക്, നമ്മുടെ ലക്ഷ്യമില്ലാതെ ഒരു ഡെസ്റ്റിനേഷൻ നമ്മൾ നമ്മുടെ സെറ്റ് ചെയ്യാതെ ഇങ്ങനെ യാത്ര പോകുന്നു. രാവിലെയാകുന്നു, അധ്വാനിക്കുന്നു. ഈ പ്രവാസികളെ കാര്യങ്ങൾ ആലോചിച്ച് നോക്കി. പ്രവാസികളെ കുറ്റം പറയല്ല, ഒരുപിടി സഹായങ്ങളും സഹകരണങ്ങളും ഒരു സമൂഹത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവരാണ് പ്രവാസികൾ. ഒരു 40, 20, 25 പ്രായത്തിൽ ഗൾഫിലേക്ക് പോകും. ആ പ്രായമൊക്കെ അവിടെ കളഞ്ഞിട്ട് എന്ന് പറയുന്നില്ല, അവിടെ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് നാട്ടിൽ വന്ന് കല്യാണം കഴിച്ച് പിന്നെ വീണ്ടും പോകുന്നു. 40-50 വയസ്സ് വരെ അധ്വാനിക്കുന്നു. പല ആളുകളും അറബിയുടെയും മറ്റൊക്കെ എച്ചിൽപ്പുറങ്ങളിൽ ജോലി ചെയ്ത് കഷ്ടപ്പെടുന്നു. 50 വയസ്സാകുമ്പോഴേക്ക് നാട്ടിൽ വരുന്നു ഒരു പിടി അസുഖങ്ങളുമായി. മക്കൾക്ക് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്നു. പൊന്നാര ചെറുപ്പക്കാര മക്കളെ, നിങ്ങൾ വാപ്പമാരെയോ അതുപോലെ നിങ്ങളുടെ ഗാർഡിയൻസിനെ, മാപ്പ ഉമ്മ എന്നവരെ വെറുതെ എന്തെങ്കിലും ഒരു വാക്കുകൊണ്ട് പോലും വിഷമിപ്പിക്കണ്ട. അങ്ങനെ വിഷമിപ്പിച്ചിട്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ അനുഭവിക്കും. ഒരുപാട് കുഞ്ഞു മക്കളുണ്ടല്ലോ, അവർക്ക് വേണ്ടി പറയാൻ
അപ്പമാരെ ഉമ്മമാരെ ഒന്ന് വെറുതെ കഷ്ടപ്പെടുത്താൻ നിൽക്കണ്ട. എന്തെങ്കിലും ഒരു വാക്കുകൊണ്ട് അവരെ വേദനിപ്പിച്ചാൽ തീർച്ചയായിട്ടും ദുനിയാവിൽ വെച്ച് തന്നെ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. കാരണം ഒരു മക്കൾക്ക് വേണ്ടി വാപ്പമാർ പ്രവാസികളുടെ കാര്യം ആലോചിച്ച് നോക്കി. നിങ്ങൾ നല്ല വീടുണ്ടാകും, 5 റൂം ഉണ്ടാകും, 5 റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ടാകും, വലിയ 2 നില എല്ലാ സൗകര്യം ഉണ്ടാവും. ഇവന് ഗൾഫിൽ ഒരു റൂമിൽ 8 പേര്, ഡോർമെറ്ററി മേലെയും താഴെ ഒരുത്തിന് കിടക്കും, ഒരു ബാത്റൂം എല്ലാവർക്കും കൂടെ. അങ്ങനെയാണ് പ്രവാസികളുടെ അവസ്ഥ. അങ്ങനെ കഷ്ടപ്പെടുന്ന ഒരു പിടി ആളുകൾ അള്ളാഹു അവർക്കൊക്കെ ഖൈർ കൊടുക്കട്ടെ. അവരുടെ ജീവിതം നല്ല ലക്ഷ്യത്തിന്, നല്ല മഈശത്തിന്റെ ലക്ഷ്യത്തിന് അള്ളാഹുവിന് വേണ്ടിയാണെങ്കിൽ ഇൻഷാ അള്ളാഹു ഒരു പിടി പ്രതിഫലം തരും. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. അപ്പം എന്ത് ചെയ്യുക, നമ്മുടെ ജീവിതത്തിനൊക്കെ ഒരു ലക്ഷ്യം. നമ്മൾ മരിച്ചു പോയാൽ നമ്മൾ ഒരു പിടി ആളുകൾ ഇവിടെ ഓർക്കണം. അപ്പോഴേ നമ്മുടെ ജീവിതത്തിന് അർത്ഥം ഉണ്ടാവുള്ളൂ. 35 വയസ്സുണ്ടാക്കി വരെ അധ്വാനിച്ചു, നല്ലൊരു 2 നില വീട് കെട്ടി, ഭാര്യയുണ്ട്, മക്കളുണ്ട്. നമ്മൾ സ്വന്തം കോൺസെൻട്രേറ്റഡ് ആണ്. നമ്മുടെ ഒരു സെൽഫിഷ്, ഒരു സ്വന്തം കാര്യത്തിലേക്ക് നമ്മളിങ്ങനെ കോൺസെൻട്രേറ്റഡ് ആണ്. അതിലേക്ക് ഇങ്ങനെ ചിന്ത അങ്ങോട്ട് മാത്രം കേന്ദ്രീകരിക്കുന്നു. അങ്ങനെ നമ്മളൊരു ഭാഗത്തൂടെ ജീവിച്ചു പോകുന്നു, അങ്ങനെ മരിക്കുന്നു. ഒരു നോർമൽ പ്രോസസ്സ്, ഒരു സാധാ പ്രവർത്തനമായിട്ട് അങ്ങനെ പോകുന്നു. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഓർമ്മയുണ്ടാവില്ല. അതേ സ്ഥാനത്ത് നാടിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ഒരുപിടി സേവനങ്ങൾ ചെയ്തു പോകുന്നവരെ എക്കാലവും സമൂഹം ഓർക്കുന്നത്. ആജാമാരാകട്ടെ, അതല്ലാത്ത പണ്ഡിതന്മാരാകട്ടെ, ശംസുൽ മതങ്ങളെ ഓർക്കുന്നു. എല്ലാ നാട്ടിലും അവരുടെ സ്മരണ സ്ഥാപനങ്ങൾ, ഓഡിറ്റോറിയങ്ങൾ, ഇസ്ലാമിക് സെൻ്ററുകൾ, ഓഫീസുകളൊക്കെ അവരുടെ നാമധേയത്തിൽ ഒരുപിടി പ്രാർത്ഥനകൾ, ദുആകൾ നിത്യേന വരുന്നു. ഇതെന്തുകൊണ്ട്? ഈ സമൂഹത്തിനെ സേവിച്ചു, അള്ളാഹുവിൻ്റെ ദീനിന് ഇഷ്ടപ്പെട്ടു. സ്വന്തം കാര്യം മറന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. നിങ്ങളെല്ലാവരും സ്വന്തം കാര്യം മറന്നുകൊണ്ട് ഇറങ്ങണമെന്നല്ല പറയുന്നത്. എന്ത് ചെയ്യുക, ഉള്ള സമയത്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ ഓക്കെ, അൽഹംദുലില്ലാ, ഞാൻ ഇനി എന്ത് ചെയ്യട്ടെ, അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി സ്വല്പം സമയം മാറ്റിവെക്കട്ടെ എന്ന് പറഞ്ഞ് കുശുമ്പോ പോരോ അതുപോലെയുള്ള അസൂയൊന്നും ഇല്ലാതെ എല്ലാം നമ്മൾ ചെയ്യുന്നതൊക്കെ നമ്മുടെ ആഖിറത്തിന് വേണ്ടിയാണ്. ഇവിടെ ഒരുപാട് കാട്ടിക്കൂട്ടലുണ്ടാക്കിയിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. ഇവിടെ ഒരുപാട് ഓഫീസ്, വലിയ ഒന്നും ഒരു കാര്യമില്ല. നമ്മുടെ ഖൽബിൽ അള്ളാഹു എന്ന ബോധം ഉണ്ടെങ്കിൽ തീർച്ചയായും ആരാണോ ഒരു കല്ലവിടേക്ക് കൊടുത്തവരാണെങ്കിലും, ഒരു സിമൻ്റ്, ഒരു പെയിൻ്റ് അടിക്കാൻ സഹായിച്ചവനാണ്, എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും നല്ല മനസ്സുണ്ടെങ്കിൽ പ്രതിഫലം കിട്ടും. നമ്മുടെ ഓർമ്മകൾ നിലനിർത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ജീവിതത്തിന് അർത്ഥം അപ്പോഴേ ഉണ്ടാവുകയുള്ളൂ. നമ്മൾ കേവലം നമ്മളെപ്പോലെ ഒരുപാട് ആളുകൾ അവിടെയും ഇവിടെയും ജീവിക്കുന്നു, നമ്മൾ ആരും അറിയുന്നില്ല. അതുണ്ടാവാൻ പാടില്ല. അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ഒരു പിടി പ്രവർത്തനങ്ങൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അബ്ദുല്ലാഹിൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ പിന്നെ ഒറ്റയ്ക്ക് ആ പരിസരത്തു കൂടെ നടന്നു പോകാറുണ്ടായിരുന്നില്ല. സുബ്ഹാനല്ലാഹ്. നമ്മളൊക്കെ അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മൾക്ക് ഏതവസ്ഥയാണ്? അള്ളാഹു അവസ്ഥ നന്നാക്കി തരട്ടെ. ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ, മേടയ്ക്കു പകരം മാളമാ സുബ്ഹാനാ, റബ്ബി അതിൽ കിടക്കേണ്ടതാണ് സുമാന. ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ, മേടയ്ക്കു പകരം മാളമാ സുബ്ഹാനാ, റബ്ബി അതിൽ കിടക്കേണ്ടതാണ് സുമാന. ആ വിശാലമായ ലോകത്തിന്റെ പരിസരത്തേക്ക് ഞാനും നിങ്ങളും കടന്നു ചെല്ലുമ്പോ അല്ലാഹുവേ മർഹബൻ അഹ്ലൻ വസഹ്ലാ, സന്തോഷത്തോടെ സ്വാഗതഭാഷണം നടത്തുന്ന ആ സൗഭാഗ്യം ലഭിക്കുന്നവരുടെ കൂട്ടത്തില് ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ, ഉൾപ്പെടുത്തണേ അല്ലാ. മദീനയിലുള്ള ഒരു ചെറുപ്പക്കാരന്റെ കഥ അല്ലാമ ഇബ്നു അബി ദുനിയ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്. മദീനയിലുള്ള ഒരു ചെറുപ്പക്കാരന് വിദേശ നാട്ടിൽ പോയി ഒരുപാട് കാലം ചെലവഴിച്ചു, ഒരുപാട് സമ്പാദ്യങ്ങളുമായി വീട്ടിലേക്ക് കടന്നു വരികയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ പഠിച്ചുകൊള്ളണേ, ഈ ചെറുപ്പക്കാരൻ എന്റെ വീട്ടിലേക്ക് വരികയാണ്. തന്റെ വീട്ടിൽ പ്രിയപ്പെട്ട ഉമ്മയും പെങ്ങളും മാത്രമാണുള്ളത്. നമ്മൾ ഗൾഫ് പോണ പോലെ ഇയാളും മദീനത്താണ് താമസം. വിദേശത്ത് ഈജിപ്തിലോ മറ്റോ ഒക്കെ പോയി പൈസ എടുത്ത് ഒരു പിടി പൈസയൊക്കെ ഉണ്ടാക്കി വീട്ടിലേക്ക് വരികയാണ്. വീട്ടിൽ ഉമ്മയുണ്ട്, പെങ്ങളുണ്ട്, 2 പേരാണ്. 2 പേരാ വീട്ടിലുള്ളത്. വീട്ടിലേക്ക് വന്നു.
ശിഷ്ടകാലം പെങ്ങളുടെയും ഉമ്മയുടെയും കൂടെ ജീവിക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ പെങ്ങൾ പെട്ടെന്ന് മരിച്ചുപോയി. ഒരു സുപ്രഭാതത്തിൽ പെങ്ങൾ അങ്ങ് മരിച്ചുപോയി. ഈ ചെറുപ്പക്കാരൻ തൻ്റെ പ്രിയപ്പെട്ട പെങ്ങൾക്ക് വേണ്ടി ഖബറൊക്കെ കുഴിച്ചു. രാവിലെ മരിച്ച പ്രിയപ്പെട്ട പെങ്ങളെ ഉച്ചയാകുമ്പോഴേക്ക് മറമാടി വീട്ടിലേക്ക് വരുന്നു. വീട്ടിലേക്ക് വന്നപ്പോൾ ഇയാളുടെ വിലപ്പെട്ട എന്തോ നഷ്ടപ്പെട്ടു, പണക്കി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഒരു പിടി വർഷങ്ങൾ അധ്വാനിച്ച പൈസ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. വീടാകെ തപ്പി നോക്കി, കിട്ടിയില്ല. കൂട്ടുകാരോടൊക്കെ ചോദിച്ചു, ആർക്കും അറിയുന്നില്ല. ഉമ്മനോട് പറഞ്ഞു, ആർക്കും ഒരു പിടുത്തവും ഇല്ല. അവസാനം എന്ത് ചെയ്തു? സുഹൃത്തുക്കളിൽപ്പെട്ട ആരോ പറഞ്ഞു കൊടുത്തു, നിന്റെ പെങ്ങൾക്ക് വേണ്ടി ഖബർ കുഴിക്കാൻ പോയിട്ടുണ്ടല്ലോ. പെങ്ങളെ മറമാടാൻ ഖബറിന്റെ പരിസരത്തേക്ക് ചെന്നപ്പോൾ നിന്റെ പോക്കറ്റിൽ നിന്ന് ഈ പണക്കി എങ്ങാനും ഖബറിലേക്ക് പോയിട്ടുണ്ടെങ്കിലോ, അതുകൊണ്ട് ഖബറൊന്ന് മാന്തി നോക്കാൻ തീരുമാനിച്ചു. പള്ളിയിലെ ഉസ്താദുമാരെല്ലാവരെയും ബന്ധപ്പെട്ടു, ഓക്കെയാണ്, കുഴപ്പമില്ല, ഇന്ന് രാവിലെ അല്ലേ വെച്ചത്, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? ഖബർ മാന്താൻ തീരുമാനിച്ചു. അങ്ങനെ ഈ ചെറുപ്പക്കാരൻ ചെല്ലുന്നു. തൻ്റെ പ്രിയപ്പെട്ട പെങ്ങളുടെ ഖബർ മാന്തി നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ചെറുപ്പക്കാരന് പണക്കി കിട്ടി. പക്ഷേ ഭീകരമായ ചില കാഴ്ചകൾ കാണുകയാണ്. തൻ്റെ പ്രിയപ്പെട്ട പെങ്ങളുടെ ഖബർ രാവിലെ മരിച്ച് ഉച്ചക്ക് മറമാടിയ ആ ഖബർ വൈകുന്നേരമായപ്പോഴേക്കാണ് മാന്തുന്നത്. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ തൻ്റെ പ്രിയപ്പെട്ട പെങ്ങളുടെ ഖബർ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നത് കാണുകയാണ്. ഫഹാദിഹി മുസ്തഗിലു ഫിന്നാർ, പ്രിയപ്പെട്ട പെങ്ങളുടെ ഖബർ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചെറുപ്പക്കാരൻ കഷ്ടപ്പെട്ടുകൊണ്ട് നമ്പരത്തോടെ വീട്ടിലേക്ക് ഓടുകയാണ്. എന്നിട്ട് പ്രിയപ്പെട്ട ഉമ്മാനോട് പറയുന്നു, ഉമ്മാ അഖ്ബിർനീ അമ്മാ ഉഖ്തി, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നമ്മുടെ പെങ്ങളെ പറ്റിയെന്ന് പറഞ്ഞു തരണേ ഉമ്മ. അഖ്ബിർനീ അമ്മാ ഉഖ്തി, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ പറ്റിയെന്ന് പറഞ്ഞു തരുമോ? പ്രിയപ്പെട്ട മാതാവ് പറയാ, മോനെ, നിന്റെ പ്രിയപ്പെട്ട പെങ്ങള് മരിച്ചു പോയതല്ലോ, പ്രിയപ്പെട്ട പെങ്ങള് മരിച്ചു പോയിട്ടുണ്ടല്ലോ, മരിച്ചു പോയത് കൊണ്ട് എന്തിനാണ് നീ അവളെ സംബന്ധിച്ചുകൊണ്ട് ചോദിക്കുന്നത്? മരിച്ചു പോയില്ല മോനെ. ഈ സഹോദരൻ പ്രിയപ്പെട്ട കൂട്ടുകാരൻ മാതാവിനോട് പറഞ്ഞു കൊടുക്കുകയാ, ഉമ്മാ, ഞാൻ പ്രിയപ്പെട്ട പെങ്ങളെ പറ്റി ചോദിച്ചത് എന്തിനെന്നറിയോ? നമ്മുടെ പ്രിയപ്പെട്ട പെങ്ങളെ ഞാൻ ഖബറടക്കിയല്ലോ, രാവിലെ വിട പറഞ്ഞു പോര പ്രിയപ്പെട്ട പെങ്ങളെ ഉച്ചക്ക് ഞാൻ ഖബറടക്കിയല്ലോ. വൈകുന്നേരം പണക്കി നഷ്ടമായപ്പോ ആ പണക്കി കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ പ്രിയപ്പെട്ട പൊന്നുമോളുടെ പൊന്നു പെങ്ങളുടെ ഖബർ ഞാൻ മാന്തി നോക്കുമ്പോ ഫഹാദിഹി മുസ്തഗിലു ഫിന്നാർ, ഉമ്മാ, നമ്മുടെ പ്രിയപ്പെട്ട പെങ്ങളുടെ ഖബറിലാകെ തീ കൊണ്ട് നിറഞ്ഞു പോയിരിക്കുകയാണ്. ഖബറിലാകെ തീ കൊണ്ട് വെന്ത് നേരുകയാണ്. ഉമ്മ കരന്നുകൊണ്ട് പ്രിയപ്പെട്ട മാതാവ് വല്ലാതെ ബോധം കെട്ടുപോകുകയാണ്. കാരണം എന്തെന്നറിയോ? തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ 10 മാസം ഗർഭം ചുമന്നുകൊണ്ട് കഷ്ടപ്പാട് അനുഭവിച്ചുകൊണ്ട് പ്രസവിച്ചു പോയാ പ്രിയപ്പെട്ട പൊന്നുമോളെന്ന് വിട പറഞ്ഞു പോയാ ആ പൊന്നുമോളുടെ ഖബറാകെ തീ കൊണ്ട് നിറഞ്ഞു പോയിരിക്കുകയാ. സ്വന്തം മോള് ഖബറിനകത്ത് കത്തിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു മാതാവിന്റെ കാതിലൂടെ കേൾക്കുമ്പോ സ്നേഹമുള്ള മാതൃസ്നേഹമുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർക്കത് സഹിക്കാൻ പറ്റുമോ? താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ? താരാട്ടാനുമ്മയെ പോലെ വേറൊരു കൂട്ടുണ്ടോ? ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട് സ്നേഹക്കാവാണ് ഉമ്മ, സ്നേഹക്കടലാണ്. ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സുബർഗം ഓർത്തോളേ. ഉദിമതിയാ മുത്ത് മുഹമ്മദിൻ പൂമൊഴിയുള്ളിലുറച്ചോളി. അമ്മിഞ്ഞ പാലിൻ മധുരം ഒന്നു മറക്കാമോ? 1000 പോറ്റുമ്മ വന്നാൽ സ്വന്തം പെറ്റുമ്മയായിടുമോ? ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സുബർഗം ഓർത്തോളേ. ആ പ്രിയപ്പെട്ട ഉമ്മമാരുടെ മനസ്സിനകത്തേക്ക്
സ്നേഹം മാത്രം നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഉമ്മമാരെ മനസ്സിനകത്തേക്ക് പ്രിയപ്പെട്ട പൊന്നുമോട് കടന്നുകൊണ്ടിരിക്കുകയാ എന്നെങ്ങാനും കേട്ടുപോയാ എന്റെ സഹോദരങ്ങളെ സഹോദരിമാരെ സഹിക്കാൻ പറ്റുമോ? ആ മാതാവും പതിവ് പോലെ ബോധം കെട്ടുപോവുകയാണ്. എന്റെ സഹോദരിമാരെന്ന് പഠിച്ചു വെക്കണേ. കബറിലേക്ക് വെച്ചപ്പോ തന്നെ കബറിലാകെ തീ കൊണ്ട് നിറഞ്ഞു പോയത് എങ്ങനെയാ? ബോധം തെളിഞ്ഞതിന്റെ ശേഷം പ്രിയപ്പെട്ട മോനെ ചോദിക്കുകയാണ്, ഉമ്മ ഒന്ന് പറഞ്ഞു തരണേ. എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഒന്ന് പറയണേ എന്ന് കരന്നുകൊണ്ട് മോനങ്ങ് ചോദിച്ചപ്പോ മാതാവ് പറഞ്ഞു കൊടുക്കുന്നത്, എന്റെ കുറുവന്തേരിയിലുള്ള ഉമ്മമാരെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. എന്റെ ഉമ്മമാരെ സഹോദരിമാരെ, ഈ പറയാൻ പോകുന്ന തെറ്റ് എന്തെങ്കിലും നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഈ വിശുദ്ധമായ സദസ്സിൽ വെച്ച് തന്നെ ഇല്ലായ്മ ചെയ്തു തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹാ. ഇസ്ലാമിക് സെന്ററിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ മനോഹരമായ വേദിയിൽ വന്ന എന്റെ സഹോദരിമാരെ ഈ ചെറുപ്പക്കാരൻ നിങ്ങൾക്ക് വേണ്ടി മതവിജ്ഞാനത്തിന്റെ സദസ്സൊരുക്കിയപ്പോ ആ സദസ്സിൽ ഞാൻ വന്നതുകൊണ്ട് എന്തേ നേട്ടമുണ്ടായത്? ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയട്ടെ. 1-1.5 മണിക്കൂർ ഈ സദസ്സിൽ ഇരുന്നത് കൊണ്ട് കാര്യമില്ല. ഈ തെറ്റ് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലോ ഈ തെറ്റ് നിന്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ഉണ്ടാകില്ല എന്ന് ഇവിടെ തെറ്റ് തന്നെ പ്രതിജ്ഞ എടുത്തോ. ഈ പ്രിയപ്പെട്ട മാതാവ് പൊന്നുമോനോട് പറഞ്ഞു കൊടുക്കുന്നു, മോനെ നിന്റെ പ്രിയപ്പെട്ട പെങ്ങള് ചെയ്ത തെറ്റെന്തെന്നറിയോ? നിന്റെ പ്രിയപ്പെട്ട പൊന്നുപെങ്ങൾ ചെയ്ത ഒന്നാമത്തെ തെറ്റ് ഞാൻ പറഞ്ഞു തരട്ടെ മോനെ. മാതാവ് പറഞ്ഞു കൊടുക്കുന്നു, മോനെ നിന്റെ പ്രിയപ്പെട്ട പെങ്ങള് പൂർണ്ണമായ ശുദ്ധിയില്ലാതെ ജീവിക്കുന്നവളായിരുന്നു. സ്ത്രീകൾക്കുണ്ടാകുന്ന അശുദ്ധി വരുമ്പോ അവൾ പൂർണ്ണമായ അതിൽ നിന്ന് ശുദ്ധി വരുത്താറുണ്ടായിരുന്നില്ല. നിസ്കാരത്തിലേക്ക് ചെല്ലുമ്പോ പൂർണ്ണമായി ഒതെടുക്കാറുണ്ടായിരുന്നില്ല. അതിന്റെ ഷർത്തുകളോ ഫർളുകളോ പാലിച്ചുകൊണ്ട് അവൾ ചെയ്യാറുണ്ടായിരുന്നില്ല. പൂർണ്ണമായ ശുദ്ധി അവൾ വരുത്താറുണ്ടായിരുന്നില്ല. ഉമ്മമാരെ, വുളു എടുക്കുന്ന നേരത്ത് അശ്രദ്ധയോടെ അത് സുന്നത്തല്ലേ എന്ന് കരുതിയിട്ട് ഉപേക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോ പൂർണ്ണമായ ശുദ്ധി വരുത്തിയില്ലെങ്കിലോ പൊന്നുമോളെ, അള്ളാന്റെ അടുക്കലത് പാപമാണ് പെങ്ങളെ. നിന്റെ പ്രിയപ്പെട്ട പെങ്ങൾ പൂർണ്ണമായ ശുദ്ധിയോടെ നിൽക്കാറുണ്ടായിരുന്നില്ല എന്ന് മാതാവ് പറഞ്ഞു കൊടുക്കുകയാണ്. രണ്ടാമത്തെ തെറ്റ് ഞാൻ പറഞ്ഞു തരട്ടെ. മാതാവ് പ്രിയപ്പെട്ട മോനോട് പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ രണ്ടാമത്തെ തെറ്റെന്തെന്നറിയോ? അവൾ നിസ്കാരം അനാവശ്യമായി പിന്തിപ്പിക്കുന്ന ശീലമുണ്ടായിരുന്നു. നിസ്കാരം മുഹ്ർ ബാങ്ക് കൊടുക്കുമ്പോ അവന്റെ പ്രിയപ്പെട്ട പെങ്ങൾ പറയുന്നു, ഉമ്മാ അസറിന്റെ സമയം വരെ നേരമുണ്ടല്ലോ, അസറിന്റെ ബാങ്ക് കൊടുക്കുന്നത് വരെ ലുഹറിന്റെ സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അനാവശ്യമായി നിസ്കാരം ബന്ധിക്കുന്ന ശീലം നിന്റെ പ്രിയപ്പെട്ട പെങ്ങൾക്കുണ്ടായിരുന്നു എന്ന് പ്രിയപ്പെട്ട മാതാവ് പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട കുറുവന്തേരിയിലുള്ള ഉമ്മമാരെ, കിച്ചണിൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോ അതല്ലെങ്കിൽ വീട്ടിനകത്ത് എന്തെങ്കിലും നമ്മൾ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോ പരിശുദ്ധമായ പള്ളിയിൽ വെച്ചുകൊണ്ട് ബാങ്ക് കേൾക്കുമ്പോ നമ്മൾ സ്വാഭാവികമായും ചിന്തിക്കുന്ന ചിന്തയാണ്, ബാങ്ക് കൊടുത്തിട്ടല്ലേ ഉള്ളൂ, അസർ ബാങ്ക് കൊടുക്കുന്നത് വരെ ഒരുപാട് സമയമുണ്ടല്ലോ എന്ന് ഞാനും നിങ്ങളുമൊക്കെ ആലോചിക്കാറുണ്ടല്ലോ. ഈ പ്രഭാഷണം ആദ്യം എന്നോടും പിന്നെ നിങ്ങളോടുമാണ്. നമ്മൾ ഒരിക്കൽ ഒരുമിച്ചുകൊണ്ട് നമ്മൾ ഒന്നടങ്കം ഈ സമയത്ത് ചിന്തിച്ചു പോകേണ്ടത് എന്തെന്നറിയോ? ഈ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ പെങ്ങൾക്കുണ്ടായ അതാപാട് ളുഹർ ബാങ്ക് കൊടുക്കുമ്പോ അസർ വരെ ഒരു അനാവശ്യമായിട്ട് ഒരു കാരണവുമില്ലാതെ പിന്തിപ്പിക്കുന്ന ശീലമുണ്ടെങ്കിൽ ഈ പരിശുദ്ധമായ വേദിയിൽ വെച്ച് തന്നെ ചെറുപ്പക്കാരുകളോ എന്റെ ഉമ്മമാരും ഒന്ന് നിർത്തിവെക്കണേ. വീട്ടിനകത്ത് കിച്ചണിൽ നിങ്ങള് ചോറുണ്ടാക്കുകയാണെങ്കിലോ ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിലോ ബാങ്ക് കേട്ടാൽ അവിടെ നിർത്തിവെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിലേക്ക് ഞാൻ ഓടി വരികയാണ്. അള്ളാഹുവേ,
നിന്റെ മുന്നിലേക്ക് ഞാൻ ഇതാ ഓടി വരികയാണെന്ന ചിന്തയോടെ ഒരു 2 ദിവസം ഒന്ന് നിസ്കരിച്ചു നോക്കൂ ഉമ്മ. പിന്നെ നിന്റെ മനസ്സിനകത്ത് സങ്കടമുണ്ടാവില്ല, പിന്നെ നിന്റെ മനസ്സിനകത്ത് പ്രയാസമോ നമ്പരമോ സമാധാനക്കേടോ ഉണ്ടാവില്ല. എല്ലാ പ്രവർത്തനങ്ങളും വേണ്ടെന്ന് വെക്കാനല്ല, ആ പ്രവർത്തനങ്ങൾ തൽക്കാലത്തേക്ക് ഒരു 10 മിനിറ്റ് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ബാങ്ക് വിളിക്കുന്ന നേരത്തെ പള്ളിയിലേക്കൊന്ന് കടന്നു ചെല്ലണേ. ചെറുപ്പക്കാരോടാണ് പറയുന്നത്. ഉമ്മമാരാണെങ്കിൽ ഒന്നും എടുത്തുകൊണ്ട് മുസല്ല വിരിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ നിസ്കരിക്കണേ. ഇതാണ് ഈ പ്രിയപ്പെട്ട ഉമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രോഗ്രാമിന് ഒരു പിടി ചെലവുണ്ടാകും എന്നറിയാം. പൈസ എടുത്തില്ല. നമ്മുടെ റാഷിദ് സാഹിബ് അവിടെ വാങ്ങിക്കോളി. പൈസ ബാഗിലാണ്. നമ്മുടെ റാഷിദ് പഠനയിലും തരും. ഒരു പിടി ചെലവുണ്ട്, നിങ്ങളറിയാം. നല്ലൊരു ഓഫീസ്, അൽഹംദുലില്ലാ. വർഷങ്ങൾ നീണ്ട, നിങ്ങൾ ആലോചിച്ച് നോക്കുന്ന എന്ത് രസമുണ്ട്, എന്ത് ഒരു ഭംഗിയുണ്ട് അല്ലേ. 20 വർഷങ്ങൾക്ക് മുമ്പാണ് ഇങ്ങനെയൊക്കെ ഒരു പരിപാടി ഉണ്ടായത്. 10 വർഷങ്ങൾക്ക് ശേഷമാണെന്നൊക്കെ പറഞ്ഞു. ഇടയ്ക്കിടെ എല്ലാ നാട്ടിലും ഒരു വർഷം 2-3 വയൽ നടക്കുന്നു. അപ്പോൾ ഓരോ വർഷം ദീനിന് വേണ്ടി നമ്മളൊക്കെ ഒരുമിച്ച് കൂടുന്നു. ഇവിടെ എൻ്റെ മഹത്വമോ അതൊന്നുമല്ല, നമ്മളെല്ലാം അള്ളാഹുവിൻ്റെ പേരിൽ ഒരുമിച്ച് കൂടുന്നു. അവിടെയാണ് നമ്മുടെ വിജയം. ഇവിടെ സഹോദരിമാർ വന്നതും ചെറുപ്പക്കാർ ഓടി നടക്കുന്നതും നമ്മളൊക്കെ ഇവിടെ വന്ന് പരസ്പരം കണ്ടുമുട്ടിയതൊക്കെ അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്. ആ ഒരു സ്നേഹബന്ധം എല്ലാവരും തമ്മിലുള്ളത് കൊണ്ടാണ്. അൽ-അർവാഹു ജുനൂദും മുജന്നദ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വെച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു ഹദീസ്, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ അടുത്ത് വന്നുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അലിയാരെ, അലി എന്നവരെ, ചില ആളുകളെ കാണുമ്പോൾ നമ്മൾക്ക് വല്ലാത്ത വെറുപ്പുണ്ടാകുന്നു. ഉമർ റളിയല്ലാഹു അൻഹു അലിയാർ തങ്ങളോട് ചോദിച്ചതാണ്. നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു സംഭവമാണിത്. അലി റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, ചില ആളുകളെ കാണുമ്പോൾ നമുക്ക് വല്ലാത്ത ഇഷ്ടം കാണുന്നു. ഒരു ഉപകാരം നമ്മൾക്ക് ചെയ്തിട്ടുണ്ടാകൂല, പക്ഷെ നമ്മളുടെ ഒറ്റ കാഴ്ചയിൽ എന്തോ ഒരു മഹബത്ത്, ഒരു മവദ്ദത്ത്, ഒരു ഇഷ്ടം മനസ്സിൽ കയറിക്കൂടുന്നു. അതിൻ്റെ റീസൺ എന്താണ്? സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. മനുഷ്യനാണെങ്കിൽ അങ്ങനത്തെ ചില എമോഷനുകൾ, ചില വികാരങ്ങളൊക്കെ ഉണ്ടാകും. ചില ആളുകളെ കാണുമ്പോൾ ഒരു പ്രത്യേക സ്നേഹം, ഇഷ്ടം. നമ്മൾക്ക് ഒരു ഉപകാരം ചെയ്തിട്ടുണ്ടാകില്ല, എന്നാലും ഒരു സ്നേഹം. വേറെ ചില ആളുകളെ കാണുമ്പോൾ ഒരു ദേഷ്യം, ഒരു വെറുപ്പ്, ഒരു വൈരാഗ്യം. നമ്മൾക്ക് ഒരു ഉപദ്രവം ചെയ്തിട്ടുണ്ടാവില്ല, സാധുവിലോ ജീവിച്ചു പോവുകയാണ്, പക്ഷെ നമുക്ക് കാണുമ്പോഴേക്ക് എന്തോ ഒരു ദേഷ്യം തോന്നുന്നു. സ്വാഭാവികമാണ്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അലി എന്നവരെ, എന്താണ് വാട്ട്സ് ദ റീസൺ, എന്താണ് അതിൻ്റെ കാരണം? അലിയാർ പറഞ്ഞു, ഉമർ എന്നവരെ, മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം സഹാബികളോട് ഞങ്ങളെല്ലാമുള്ള ഒരു സദസ്സിൽ മുത്തുനബി തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങളന്ന് ആ സദസ്സിൽ ആബ്സെന്റ് ആയിരുന്നു, നിങ്ങളന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അലിയാർ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, പൊന്നാര നബി തങ്ങൾ ഞങ്ങളോട് പറഞ്ഞത്, ഈ മനുഷ്യ കുലം അള്ളാഹു സൃഷ്ടിപ്പിക്കുന്നതിന്റെ മുന്നേ, ഭൂമിയിൽ അള്ളാഹു സൃഷ്ടിജാലങ്ങളെ കൊണ്ടുവരുന്നതിന്റെ മുന്നേ എല്ലാ മനുഷ്യന്മാരുടെയും റൂഹിനെ ഒരു ഭൂമിയിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. ഒരു മൈതാനത്ത് അള്ളാഹു നമ്മളെല്ലാവരും ഒരുമിച്ച് കൂട്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൊന്നാര സഹാബികളോട് പറഞ്ഞു കൊടുത്ത സ്വഹീഹായ ഹദീസിലൂടെയാണ് ഞാൻ പറയുന്നത്. അലിയാര് തങ്ങൾ ഉമർന്നവരോട് പറയാണ്, അങ്ങനെ ആ ദിവസം ഒരുപാട് ലോകത്ത് ആദം നബി മുതൽ അവസാന മനുഷ്യൻ വരെ ആരൊക്കെയാണോ അള്ളാഹു പടക്കാൻ ഉദ്ദേശിച്ചത്, എന്നെയും അബ്ബാസ് ഫൈസിയെയും നിങ്ങളെല്ലാവരെയും, എല്ലാ മനുഷ്യന്മാരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി. എല്ലാവരുടെ റൂഹിനെയും അള്ളാഹു ആലമുൽ അർവാഹിന്റെ ആ ലോകത്തൊരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. അന്ന് പരസ്പരം കണ്ടിഷ്ടപ്പെട്ടവർ, അന്ന് പരസ്പരം കലഹിച്ചവർ പിന്നെ ഭൂമിയിൽ വന്നുകൊണ്ട് കലഹിക്കുന്നു. അന്ന് പരസ്പരം കെട്ടിപ്പിടിച്ച് സ്നേഹം പങ്കുവെച്ചവർ പിന്നെ ദുനിയാവിലും അവർ ഫ്രണ്ട്ഷിപ്പാണ്, ബന്ധമാണ്. അന്ന് പരസ്പരം കണ്ട അർവാഹുകൾ ദുനിയാവിൽ വെച്ച് വന്നാലും പരസ്പരം കാണുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ആലമുൽ അർവാഹിൽ പരസ്പരം കണ്ടുമുട്ടിയതിന്റെ ഫലമാണ് ഞാനും നിങ്ങളും ഇപ്പോൾ കണ്ടുമുട്ടിയത്. ആ ആലമുൽ അർവാഹിൽ കലഹിച്ചവർ ഇന്നും കലഹിക്കുന്നു. ആ ആലമുൽ അർവാഹിന്റെ ലോകത്ത് സ്നേഹത്തോടെ ഒരൊറ്റ ഉമ്മവറ്റ മക്കളെ പോലെ സൗഹൃദം കാത്തു സൂക്ഷിച്ചവർ, അല്ലാഹുവിന് ആ ലോകത്തുള്ള ജീവിതത്തിൽ സ്നേഹം പങ്കെടുത്തവർ, അന്ന് ഇഷ്ടത്തോടെ സ്നേഹത്തോടെ പരസ്പരം കാണുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവർ ദുനിയാവിലും അങ്ങനെ. അന്ന് ഇഷ്ടമില്ലാതെ പരസ്പരം കലഹിച്ചവർ ദുനിയാവിൽ വന്നാലും പരസ്പരം കലഹിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ആലമുൽ അർവാഹിൽ നമ്മൾ കണ്ടുമുട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ വന്നത്. നിങ്ങളൊക്കെ ഒരുമിച്ച് കൂടി അതുകൊണ്ടാണ്, അങ്ങനെയുള്ള ഒരു ബന്ധമുള്ളത് കൊണ്ടാണ്.
അത് ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെയുള്ള അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ള ഇഷ്ടം, സ്നേഹം അത് നിലനിർത്താനാണ് നമ്മളൊക്കെ വന്നത്. റജുലാനി തഹബ്ബാ ഫില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇഷ്ടപ്പെട്ട രണ്ട് കൂട്ടുകാർ. ഇവിടെ സംഘാടക സമിതിയിലെ കൂട്ടുകാരൊക്കെ പരസ്പരം അവർ തമ്മിലുള്ള ആ സ്നേഹം എന്ന് പറഞ്ഞത് ഈ പ്രോഗ്രാമിന് വേണ്ടി ഓടി നടക്കുന്നു. ആ സ്നേഹം അള്ളാഹുവിന് വേണ്ടിയാണ്. ഏതെങ്കിലും ഒരു ഗ്രൗണ്ടിൽ ഒരു ഫുട്ബോൾ വെച്ചു, അവിടെയും ചെറുപ്പക്കാരുണ്ടാകും, പക്ഷേ ഈ പ്രോഗ്രാമിന് അവരുണ്ടാകും. പൊന്നാര സഹോദരങ്ങളെ, നമ്മൾ അങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് ചെയ്യുകയാണെങ്കിലും നമ്മൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഒന്നും കൂടെ അതിന് ജറൂർ കാണിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമ്മുടെ മറ്റെല്ലാ കാര്യങ്ങളും അള്ളാഹു നെവർ മൈൻഡാക്കി പുറത്തു തരും. അള്ളാഹു പുറത്തു തരട്ടെ. ചില കാര്യങ്ങളൊന്നും നമ്മൾ ഒഴിവാക്കാൻ പറഞ്ഞിട്ട് ആരും ഒഴിവാക്കില്ല. നമ്മൾ എന്ത് ചെയ്യുക? ദീനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രവർത്തനം അതിന് മാക്സിമം അത് വരുമ്പോൾ അതിനൊരു ഓടി നടക്കുക. അതിനുവേണ്ടി നമ്മുടെ സിദ്ദീഖ് സാഹിബ്, സിദ്ദീഖ് അവിടെ നമ്മുടെ സ്വാഗതം പറഞ്ഞ ഒരു ബിടെക്കിന് പഠിക്കല്ലേ, പഠിച്ചു കഴിഞ്ഞു, മാഷാ അള്ളാഹ്, ഗൾഫിൽ ജോലി ചെയ്യണം. അപ്പം അങ്ങനത്തെ ഒരു പിടി എഞ്ചിനീയർമാരും ഡോക്ടർമാരുണ്ടോ സദസ്സിൽ? ഏതെങ്കിലും നമ്മുടെ ഡോക്ടേഴ്സ് ഇല്ലല്ലേ? LLB ഒക്കെ പഠിച്ച നല്ല വിദ്യാഭ്യാസമുള്ള ഈ നാട്ടിലൊരു കൂട്ടുകാർ, ഒരു ചെറിയ മോൻ എൻ്റെ കോളേജിൽ പഠിക്കുന്നുണ്ട്, സഹൽ എന്ന് പറഞ്ഞിട്ട്. അവൻ്റെ ഉപ്പ ഇവിടെ ഉണ്ടോ? ആയിക്കോട്ടെ, ഇൻഷാ അല്ലാഹ്, ഈ നാട്ടുകാരനാണ്. അപ്പോൾ വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ നമ്മുടെ ചെറുപ്പക്കാർ മുന്നോട്ട് വരുന്നു. അള്ളാഹു അതൊക്കെ കബൂൽ ചെയ്യട്ടെ. ഇപ്പം എന്ത് ചെയ്യുക, ഇവിടുത്തെ കാരണന്മാരൊക്കെ ഈ കുറുവന്തേരി എന്ന പേര് കേൾക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകണം, ആ രംഗത്ത് ദീനി ദാവി രംഗത്തൊക്കെ ഒരു മുദ്ര പതിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം. ഇതൊക്കെ റബ്ബിന് വേണ്ടിയാണ്. നമ്മൾ പരസ്പരം സ്നേഹിക്കുന്നത് അല്ലാഹുവിന് വേണ്ടിയാണ്. മുത്ത് റസൂൽ പറഞ്ഞു, അമ്പിയാക്കന്മാരും ശുഹദാക്കളും ഞാൻ അവരെ പോലെ ആയിരുന്നുവെങ്കിലെന്ന് ആലോചിച്ചു പോകുന്നൊരു സന്ദർഭമുണ്ട്. നമ്മൾ അദൃശ്യലോകം വിഷയാതുകൊണ്ട് അതും കൂടെ കൂട്ടിച്ചേർക്കുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സഹാബാ, അള്ളാന്റെ മഹ്ശറിന്റെ ലോകത്തില് എല്ലാ മനുഷ്യന്മാരും ഒരുമിച്ച് കൂടിയ ലോകമുണ്ടല്ലോ. ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും സങ്കടങ്ങളും ഉണ്ടാകുമ്പോ അല്ലാഹുവിന്റെ അർശ് എന്ന് പറയുന്ന ആ ലോകത്തെ ഏറ്റവും വലിയ പിടിവള്ളിയായ അല്ലാഹുവിന്റെ അർശിന്റെ ആ തണലിന്റെ പരിസരത്ത് ഒരുപാട് ഇരിപ്പിടങ്ങൾ അല്ലാഹു സ്ഥാപിച്ചിരിക്കുകയാണ്. ആ ഇരിപ്പിടത്തിൽ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാരിയ്ക്കുകയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഒന്ന് പറഞ്ഞു തരണേ, ആ വിശുദ്ധമായ കസാരക്കകത്തിരിക്കുന്നതാരാ? അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് സഹാബികളോട് പറഞ്ഞു കൊടുക്കുകയാണ്. മനോഹരമായ പ്രകാശത്തിന്റെ വസ്ത്രം ധരിച്ച, പ്രകാശത്താലുള്ള വസ്ത്രം ധരിച്ച ഒരുപാട് കൂട്ടുകാരും കൂട്ടുകാരികളും അവിടെ ഇരിക്കുകയാണ്. ഇവരെ കാണുന്ന നേരത്തെ അമ്പിയാക്കൾ ആലോചിച്ചു പോവുകയാണ്, അല്ലാഹു ദുനിയാവിൽ പടച്ച അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാർ ആലോചിച്ചു പോവുകയാണ്. അല്ലാഹുവിന്റെ സുഹദാക്കൾ ആലോചിച്ചു പോവുകയാണ്. യാ ലൈതനീ, നമ്മളായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ആ കസാരയിൽ ഇരിക്കുന്ന ചെറുപ്പക്കാരെ പോലെ, അവിടെ ഇരിക്കുന്നവരെ പോലെ ആയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ഞാൻ അവരിൽപ്പെട്ടവരായിരുന്നുവെങ്കിലും അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാർ അതേപോലെ സുഹദാക്കൾ ആലോചിച്ചു പോകുന്ന അല്ലാഹുവിന്റെ മഹ്ശറിലുള്ള ഏറ്റവും വലിയ പദവിയിലിരിക്കുന്നവർ ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സഹാബികളോട് പറഞ്ഞു കൊടുക്കുകയാ, അവരാരെന്നറിയുമോ? അല്ലാഹു വേണ്ടി പരസ്പരം സ്നേഹിച്ചവരാണ്. മാത്രമല്ല അവർ അല്ലാഹു വേണ്ടി ഇഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, അല്ലാഹു വേണ്ടി പരസ്പരം അല്ലാഹു വേണ്ടി സദസ്സിൽ വന്നിരുന്നവരാണ്, റബ്ബിന് വേണ്ടി വന്നിരുന്നവരാണ്. അല്ലാഹുവിന് വേണ്ടി സന്ദർശനം നടത്തിയവരാണ്. എന്റെ സഹോദരങ്ങളെ, ഇത് രണ്ടു കാര്യം നമ്മൾക്ക് കിട്ടാൻ പോവുകയാണ്. നമ്മൾ ഇവിടെ വന്നത് അല്ലാഹുവിന് വേണ്ടിയിട്ടുള്ള പരസ്പര സ്നേഹത്തിന്റെ പേരിലാ. അല്ലാഹുവിന്റെ പേരിലുള്ള സ്നേഹമുള്ളത് കൊണ്ടാണ് കടന്നു വരിക. രണ്ടാമത് പറഞ്ഞത്
അള്ളാഹ്ക്ക് വേണ്ടി പരസ്പരം വന്നിരുന്നവരാണ്. വിശുദ്ധമായ ദീനിന്റെ സദസ്സിൽ വന്നിരുന്നവരെ അള്ളാഹുവിന് വേണ്ടി അല്ലാതെ മറ്റൊരു ലാഭത്തിന് വേണ്ടിയല്ലല്ലോ. അതുകൊണ്ട് സഹോദരങ്ങളെ, നഷ്ടമായി പോകില്ല, ഒരിക്കലും തന്നെ നഷ്ടമായി പോകില്ല. അള്ളാഹുവിന്റെ ദൃശ്യലോകത്ത് അള്ളാഹു നമ്മൾക്ക് മനോഹരമായ ചേരിട്ടുകൊണ്ട് അമ്പിയാക്കന്മാര് സുഹൃതാക്കളെല്ലാം നമ്മെപ്പോലെ ആഗ്രഹിക്കുമ്പോ, നമ്മളെപ്പോലെ ആയിരുന്നുവെങ്കിലും ആഗ്രഹിക്കുന്ന ആ കറകളഞ്ഞ റബ്ബിന് വേണ്ടി പണിയെടുത്ത സഹോദരങ്ങളിൽ അല്ലാഹുവേ നിങ്ങളെ നീ ഉൾപ്പെടുത്തി തരണേ അല്ലാതെ ദുനിയാവിന്റെ നേട്ടമില്ല. ഇതിനു വേണ്ടി ഓടി നടന്ന ഒരു പക്ഷേ പോക്കറ്റിൽ നിന്ന് നമ്മുടെ കാശ് നഷ്ടപ്പെട്ടേക്കോ, നമ്മുടെ സമയം വേസ്റ്റാണ്. പൊന്നാരമിനെ അള്ളാഹുവിന്റെ അദൃശ്യലോകത്ത് നന്മ വാരിക്കൂട്ടാനുള്ള പണിയാണ്. അള്ളാഹുവേ കബൂലാക്കണേ കബൂലാക്കണേ അള്ളാഹുവിന്റെ അദൃശ്യലോകത്തിൽ അത്ഭുതങ്ങളാണ് പറന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, ദുനിയാവിന്റെ ഓരോ പളപളപ്പും ഓരോ ആസ്വാദനങ്ങളും നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോ അതിലൊന്നും വീണുപോകാതെ റബ്ബിന് വേണ്ടി മനസ്സ് വല്ലാതെ സമർപ്പിച്ചുകൊണ്ട് റബ്ബിന് വേണ്ടി ഓടി നടക്കാ. അല്ലാഹുവേ തൗഫീഖ് നൽകണേ തൗഫീഖ് നൽകണേ ഒരു ചെറുപ്പക്കാരൻ മുത്തുനബി തങ്ങളുടെ പരിസരത്തേക്ക് വന്നുകൊണ്ട് പറയാ, യാ റസൂലല്ലാഹ്, ഞാൻ ബദർ നടന്ന ഭൂമിയിലൂടെയാണ് കടന്നു വരിക. ബദറിന്റെ രണാങ്കണ യുദ്ധം നടന്ന യുദ്ധഭൂമിയിലൂടെയാണ് ഞാൻ ഇങ്ങോട്ട് കടന്നു വരുന്നത്. അല്ലാഹുവിന്റെ റസൂലേ, ആ ഭൂമിയിൽ ഞാനൊരു അത്ഭുതം കണ്ടു നബിയേ. നബി തങ്ങൾ ചോദിച്ചു, എന്താ കണ്ടത്? ഈ ചെറുപ്പക്കാരൻ പറയാണ്, നബിയേ. സഹാബി പറയുന്നു, യാ റസൂലല്ലാഹുവിന്റെ റസൂലേ, ഒരു ചെറുപ്പക്കാരന് ഭൂമിയിലേക്ക് ആണ്ടുപോവുകയാണ്. ഒരാൾ പരിസരത്തുനിന്ന് കരഭാഗത്തുനിന്ന് വലിയൊരു കല്ലുകൊണ്ട് വലിയൊരു ചുറ്റുകൊണ്ട് എന്തോ ഉപയോഗിച്ചുകൊണ്ട് അവനെ ഭൂമിയിലേക്ക് അടിച്ചു താത്തുകയാണ്. ഒരാൾ അവനെ അടിച്ചു താത്തുകയാണ്. അവൻ ഭൂമിയിലേക്ക് ആണ്ടുപോകുന്നു. പെട്ടെന്ന് തന്നെ റീബൗൺസ് ചെയ്യുന്നു, പുറത്തേക്ക് വരുന്നു. പിന്നെയും അവനെ അങ്ങനെ ഈ പ്രവർത്തനം തുടരുകയാണ്. നബിയേ, അള്ളാഹുവിന്റെ മുത്ത് റസൂലിനോട് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുന്നു, സഹാബാ, മുത്തുനബി തങ്ങളോട് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂല് പറയുന്നത്, സഹാബാ, ആരെന്നറിയുമോ? ആ സഹോദരൻ ആരെന്നറിയുമോ? സഹാബാ. ആ സഹാബിയോട് മുത്തുനബി തങ്ങൾ പറഞ്ഞത്, ആ സഹോദരനാണ് അൽ ഫിറഔന ഹാദിഹിൽ ഉമ്മ അബൂ ജഹൽ ഇബ്നു ഹിശാം. ഈ ഉമ്മത്തിന്റെ ഫിറഔനായ അബൂ ജഹലാണ്. അബൂ ജഹലിന് ഇലാ യൗമിൽ ഖിയാമ അല്ലാഹു കൊടുക്കുന്ന ശിക്ഷയാണ്. നമ്മൾക്കത് കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കണ്ട. നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ ഹലാലും ഹറാമും വേർതിരിച്ച് മനസ്സിലായിരിക്കെ ഹറാം നോക്കുന്ന നമ്മൾക്ക് അങ്ങനത്തെ കാഴ്ച കാണാൻ പറ്റില്ല. കണ്ണുകൊണ്ട് ഹറാം കാണാത്ത, അള്ളാഹു പറഞ്ഞ പോലെ റബ്ബിന് വേണ്ടി അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചു പോയ ആലിമീങ്ങളും ആരിഫീങ്ങളും ഒരുപിടി ആളുകൾ ഒരുപാട് സംഭവങ്ങൾ കണ്ടുപോയിട്ടുണ്ട്. ഒരുപാട് സംഭവങ്ങൾ, ഖബറിൽ നിന്ന് കത്തിക്കരയുന്നത്, ഖബറിൽ നിന്ന് ഒരുപാട് ജഡങ്ങൾ വളരെ മോശമായ സാഹചര്യത്തിൽ പന്നിയുടെ രൂപം കണ്ടത്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. അല്ലാമ ഇബ്നു അബി ദുനിയെ പോലെ, ഇബ്നു ഖയ്യിം അൽ ജൗസി തങ്ങളെ പോലെ ഒരുപിടി മഹത്തുക്കൾ തങ്ങളുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരി സഹോദര, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ശാന്തമായ വീടാണെന്ന് കരുതണ്ട. നമ്മൾ വിചാരിക്കും എത്ര ശാന്തമാണ് പള്ളിക്കാട്. പള്ളിക്കാട്ടിലാണ് നാളെ മണിയറ, കനമേറിടുന്ന കല്ലതിന്റെ മീതെ പൊള്ളിടുന്ന ചൂട് തിങ്ങും കല്ലറ, നാം തുള്ളി നടക്കേണ്ട മണ്ണിൻ മീതെ. പള്ളിക്കാട്ടിലാണ് നാളെ മണിയറ, കനമേറിടുന്ന കല്ലതിന്റെ മീതെ പൊള്ളിടുന്ന ചൂട് തിങ്ങും കല്ലറ, നാം തുള്ളി നടക്കേണ്ട മണ്ണിൻ മീതെ. വിളിക്കുന്ന പേരു മാഞ്ഞു പോകുമേ, ഉടൻ മയ്യത്തെന്ന നാമമായി തീരുമേ. പൊന്നുപ്പ എന്ന വിളിയു മക്കൾ മാറ്റുമേ, നിന്നുറ്റവർ പോലും അതേറ്റു ചൊല്ലുമേ. പൊന്നുപ്പ എന്ന വിളിയു മക്കൾ മാറ്റുമേ, നിന്നുറ്റവർ പോലും അതേറ്റു ചൊല്ലുമേ. പള്ളിക്കാട്ടിലാട് നാളെ മണിയറ,
കനമേറിടുന്ന കല്ലതിൻ്റെ മീതെ പുള്ളിടുന്ന ചൂട് തിങ്ങും കല്ലറ നാം തുള്ളി നടക്കേണ്ട മണ്ണിൻ മീതെ വാപ്പാ ഉമ്മ എന്ന സ്നേഹത്തോടെ വിളിച്ച പൊന്നുമോൻ അവരാരും തന്നെ പിന്നെ നമ്മുടെ വാപ്പാന്ന് വിളിക്കില്ലല്ലോ. ഉമ്പാ ഇന്ന് പോലും നമ്മളെ വിളിക്കാ നമ്മുടെ മക്കൾക്ക് സാധിക്കില്ലല്ലോ. എന്റെ വാപ്പ മരിച്ചുപോയി, എന്റെ ഉമ്മ മരിച്ചുപോയി എന്ന് അസീസ് എന്ന കൂട്ടുകാരൻ, താനക്കോട്ടൂരുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരൻ എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഉസ്താദ് എന്റെ പ്രിയപ്പെട്ട ഉപ്പ കഴിഞ്ഞ ഫെബ്രുവരി 24-ാം തീയതി വിട പറഞ്ഞു പോയി എന്ന് പറഞ്ഞു. അല്ലാഹുവേ, ആ സഹോദരന്റെ ആ പ്രിയപ്പെട്ട ഉപ്പയുടെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ. മരിച്ചുപോയി എന്ന് പറയാണ്, മനസ്സ് വല്ലാതെ നൂറിപ്പോവുകയാണ്. അസീസ് എന്ന് പറയുന്ന കൂട്ടുകാരന്റെ ഉപ്പ പച്ച മണ്ണിലാണ് കിടക്കുന്നത്. നിങ്ങൾക്കറിയോ, കഴിഞ്ഞ ഡിസംബർ മാസം ഞാൻ അവിടെ വാലിന് വന്നപ്പോ അവരെ വീട്ടിലേക്ക് ചെന്നു. ആ ഉപ്പായോട് കൈപിടിച്ചുകൊണ്ട് ഒരുപാട് സംസാരിച്ചതാ. പക്ഷേ അതിന്റെ പരിസരത്തേക്ക് രണ്ടാമത് ഞാൻ വാലിന് വന്നപ്പോ കണ്ണുകൊണ്ട് സംസാരിച്ച, പരസ്പരം സ്നേഹം പങ്കുവെച്ച ആ ഉപ്പ പച്ച മണ്ണിലാണെന്നറിയുമ്പോ അടുത്ത തവണ നിങ്ങൾ എന്റെ നാട്ടിലേക്ക് വരുമ്പോ, അതല്ലെങ്കിൽ ഏത് നിമിഷമാണ് നമ്മളും ഞാനും ഓരോരുത്തരും പച്ച മണ്ണിലേക്ക് പോവുക, പറയാൻ കഴിയുമോ? എത്രയോ ആളുകൾ അങ്ങനെ പെട്ടെന്ന് ദൃശ്യലോകത്തേക്ക് യാത്ര പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഇവിടെ ബാക്കി വെച്ചില്ലെങ്കിൽ, എന്തെങ്കിലും ഇവിടെ നമ്മൾക്ക് ബാലൻസ് ഇല്ലെങ്കിലോ പിന്നെ പ്രയാസമാണുമ്മ. ഇവിടെന്നോ വന്നൊരു ചെറുപ്പക്കാരൻ കുട്ടിയല്ലേ, പഠിക്കുന്ന കുട്ടിയല്ലേ വന്ന് പറയുന്നത് എന്ന് കരുതിയിട്ട് നിസാരമാക്കണ്ട. ഇത് പറയുന്നത് യാഥാർത്ഥ്യമാണ്. ചെറുപ്പക്കാരോ വൃദ്ധന്മാരോ എന്നില്ല, വാഹനാപകടങ്ങൾ അതുപോലെയുള്ള അസുഖങ്ങളെല്ലാം അധികരിക്കുമ്പോ തിരൂരെന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് ഞാൻ വാല് പറഞ്ഞപ്പോ റാഷിദ് പഠനത്തിനറിയാമല്ലോ, അവിടെ വാലിന് ചെന്നപ്പോ ഭക്ഷണം കഴിക്കാൻ ചെന്ന ആ ഒരു മനോഹരമായ കൊട്ടാരത്തിലേക്കാണ് ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോയത്. വീട്ടിന്റെ പോർച്ചിൽ മനോഹരമായ ബേസിഡസ് ബെൻസ് കാറുണ്ട്. സുബ്ഹാനല്ലാഹ്, വീട്ടിലേക്ക് ചെന്ന് ഭക്ഷണം കഴിച്ചു. ഭക്ഷണം പദാർത്ഥം കഴിച്ചതിന്റെ ശേഷം ഒരു ചെറുപ്പക്കാരൻ നിന്നുകൊണ്ട് പറയാണ്, ഉസ്താദേ എനിക്ക് 35 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ, 35 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. പക്ഷേ എനിക്ക് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്റെ 2 കിഡ്നിയും അത് ഫെയിലാണ്, 2 കിഡ്നിയും വൃക്കകളും തകരാറിലാണ്. പെട്ടെന്ന് തന്നെ ഡോക്ടർമാർ അത് മാറ്റിവെക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞ ചെറുപ്പക്കാരന് കോടാനുകോടി സമ്പത്ത് അല്ലാഹു കൊടുത്തു പോയി. പക്ഷേ ഒരു വേള പോലും അനുഭവിക്കാൻ, ഒന്ന് ബിരിയാണി തിന്നാൻ പറ്റുന്നില്ല, ഒന്ന് നല്ല പോലെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. ടെൻഷനാണ്, സങ്കടമാണ്, പ്രയാസമാണ്. കോടികൾ ആസ്തിയുള്ള ആ സഹോദരന് പറഞ്ഞപ്പോ, എന്റെ സഹോദരങ്ങളെ, എപ്പോഴാണ് പടച്ച തമ്പുരാൻ അദാബ് തരിക? എപ്പോഴാണ് അല്ലാഹു നമ്മൾക്ക് ശിക്ഷയായിട്ട്, പരീക്ഷണമായിട്ട് ഇതേപോലെയുള്ള അസുഖങ്ങൾ തരിക എന്ന് പറയാനൊക്കില്ല. ഉള്ള നേരം റബ്ബിന് വേണ്ടി സമർപ്പിച്ചോ. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാ, ഭാഗ്യം നൽകണേ അല്ലാ. ഒരു ചെറുപ്പക്കാരൻ യൂസുഫ് എന്ന മഹാന്റെ ഹലറത്തിലേക്ക് വരികയാണ്. മുഖം വല്ലാതെ കറുത്ത് കരുവാളിച്ചിട്ടുണ്ട്, മുഖത്ത് വല്ലാത്ത പാടുകളും എന്തെന്നില്ലാത്ത വൈരൂപ്യമായിട്ട് യൂസുഫ് എന്ന മഹാന്റെ സദസ്സിലേക്ക് വന്നു. യൂസുഫ് എന്നവർ ചോദിക്കുന്ന, മോനെ നിന്റെ മുഖം വല്ലാതെ കറുത്തു പോയിട്ടുണ്ടല്ലോ, നല്ല സൗന്ദര്യമുള്ളവനാണിരുന്നല്ലോ, നിന്റെ മുഖം എന്തേ കറുത്തു പോയത് എന്ന് ചോദിച്ചപ്പോ ആ ചെറുപ്പക്കാരന് പറഞ്ഞത് എന്തെന്നറിയോ? യൂസുഫ് തങ്ങളെ,
എന്റെ ജീവിതത്തിന്റെ കഥ ഞാൻ പറഞ്ഞു തരികയാണ്. എന്റെ കുറുവന്തേരി പരിസരത്തുള്ള സഹോദരിമാര്, സഹോദരന്മാര്, നിങ്ങളെ കൽബിലേക്ക് ഈ കഥ നിങ്ങളുടെ കൽബിലേക്ക് തട്ടുവാൻ, നിങ്ങളുടെ കൽബിലേക്ക് ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ ചെറുപ്പക്കാരൻ പറയാണ്, യൂസുഫ് എന്നവരെ കള്ളു കുടിച്ചുകൊണ്ട് തോന്നിയ പോലെ ജീവിച്ചവനാ ഞാൻ, തോന്നിവാസം ചെയ്തുകൊണ്ട് ജീവിച്ചവനാണ് ഞാൻ, അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് നിസ്കാരമില്ല, നോമ്പില്ല, ഒന്നുമില്ലാതെ തോന്നിവാസത്തിന്റെ പിന്നാലെ പോയവനാണ് ഞാൻ. അങ്ങനെ ചെറുപ്പക്കാരൻ പറയാട്, അങ്ങനെ ഞാൻ തോന്നിയ പോലെ ജീവിക്കുമ്പോഴാണ് ഞങ്ങളുടെ നാട്ടിൽ ഭീകരമായ പ്ലേഗ് അസുഖം കടന്നു വരുന്നത്. തോന്നിയ പോലെയായിരുന്നു ജീവിച്ചത് ഒരു ചെറുപ്പക്കാരൻ. അല്ലാഹുമായിട്ടൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. ഇയാൾ പറയാണ്, മുഖം കറുത്ത് കരുവാണിച്ച് നല്ല സൗന്ദര്യമുള്ള ആള്, മുഖം കറുത്ത് എന്തോ ഒരു രൂപം, ഇരുമ്പ് പോലെ മുഖം വല്ലാതെ വാടിയിട്ട് ഒരുമാതിരി രൂപമായിട്ടുണ്ട്. എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത്, ഞാൻ തോന്നിയ പോലെ ജീവിക്കുമ്പോഴാണ് ഞങ്ങളുടെ നാട്ടിൽ പ്ലേഗ് വരുന്നത്. ചെറുപ്പക്കാരൊക്കെ മനസ്സിലാക്കണം, പ്ലേഗ് അസുഖം വന്നപ്പോൾ ഒരുപിടി ആളുകൾ മരിക്കുന്നു. നാട്ടിൽ ഒരുപാട് ആളുകൾ മരിച്ചുപോയി. വീട്ടിൽ പട്ടിണിയായി, എൻ്റെ ജോലി നഷ്ടപ്പെട്ടു. കാരണം പട്ടിണിയും പരിവട്ടവുമായിട്ട് നാടാകെ വല്ലാത്തൊരവസ്ഥയിലൂടെ. ഞാനൊരു ഐഡിയ കണ്ടെത്തി. കാരണം പ്ലേഗ് അസുഖം വന്നുകൊണ്ട് ഒരുപിടി ആളുകൾ മരിക്കുന്നത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാനൊരു തീരുമാനത്തിലെത്തി. ഖബർ കുഴിക്കുന്ന ജോലി ബെസ്റ്റാകും, അത് ചെയ്യാൻ തീരുമാനിച്ചു. ഖബർ കുഴിക്കുക, കുഴപ്പമൊന്നുമില്ലല്ലോ. കാരണം ഒരുപാട് ആളുകൾ മരിച്ചു പോകുന്നത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഖബർ കുഴിച്ചാൽ പണം കിട്ടും, അതെന്തായാലും ഷുവർ ക്യാഷാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ ആ പണി എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ആ പണിക്ക് പ്രവേശിച്ചു. അൽഹംദുലില്ലാ, നല്ല കാശ്. ഓരോ ദിവസവും ഒരുപാട് ആളുകൾ മരിക്കുന്നു, അവർക്ക് ഖബർ കുഴിച്ചു കൊടുക്കുന്നു, കാശ് വാങ്ങുന്നു. പക്ഷേ അപ്പോഴും എൻ്റെ മനസ്സിൽ ഒരു പേടി ഉണ്ടായിരുന്നില്ല. അല്ലാഹുമായിട്ടൊരു ബന്ധം ആ സമയത്തും എനിക്കുണ്ടായിരുന്നില്ല. തോന്നിയ പോലെയായിരുന്നു ജീവിതം. ഒരു ദിവസം ഇങ്ങനെ മാസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ഞാൻ രാത്രി സമയമാണ്, പതിരാവിൻ്റെ സമയമാണ്. ഞാൻ എന്ത് ചെയ്തു, ഒരു ഖബർ കുഴിച്ചു. ഞാൻ ആ ഖബറിൻ്റെ ചാരത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ശ്മശാനത്തിലാണ്, ശ്മശാന ഭൂമിയിൽ ഒരു ഖബർ കുഴിച്ചു. ആ ഖബറിൻ്റെ പരിസരത്ത് ഞാൻ ഇങ്ങനെ ഒരു കൂസലും ഇല്ലാതെ, ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെ ഇരിക്കുന്നു. സ്കാരമില്ല, നോമ്പില്ല, ഒന്നുമില്ല അതിൻ്റെ പരിസരത്ത്. കാരണം എന്താ, ഒരു മയ്യത്ത് വന്നിട്ട് ഖബർ അടക്കിയിട്ട് അവരോട് പൈസ വാങ്ങണം, അതാണ് നമ്മുടെ ഏർപ്പാട്. ഖബർ കുഴിക്കും, മയ്യത്ത് വരും, പൈസ വാങ്ങും. അപ്പോൾ ഒരു മയ്യത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. താമസിയാതെ രാത്രി മയ്യത്ത് വന്നു. ഞാൻ ആ മയ്യത്തിന് എന്ത് ചെയ്തു, ഖബറടക്കി. അവരെടുത്ത് പൈസ വാങ്ങി. വന്ന ആളുകളൊക്കെ തിരിച്ചുപോയി. എൻ്റെ പണി നടന്നു, ഞാൻ പൈസ വാങ്ങി. പക്ഷെ ഞാൻ വീട്ടിലേക്ക് പോകാതെ എന്ത് ചെയ്ത്, ഏതായാലും സമയം ഒരുപാടായി, ഞാൻ ആ ഖബറിൻ്റെ പരിസരത്ത് തന്നെ ഇരുന്നു. ഒരു പ്രശ്നവും ഇല്ലാതെ അവിടെ തന്നെ ഇരുന്നു. ആളുകളെല്ലാം മടങ്ങിപ്പോയി, എനിക്ക് കിട്ടാനുള്ള കാശും കിട്ടി. ഞാൻ അവിടെ ഇരുന്നു. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ രണ്ട് ഭീകര പക്ഷികൾ കടന്നു വരുന്നു. ഭീകരസ്വരൂപികളായ രണ്ട് പക്ഷികൾ. രണ്ട് പക്ഷികളും ഈ ഖബറിലേക്ക് ഇറങ്ങുന്നു. ഇയാൾ തന്റെ അനുഭവം പറഞ്ഞു കൊടുക്കാണ്. രണ്ട് പക്ഷികളും ആ ഖബറിലേക്ക് ഇറങ്ങുകയാണ്. മാത്രമല്ല, ആ വിശുദ്ധമായ ഖബറിന്റെ പരിസരത്ത് ഞാൻ നിൽക്കുമ്പോ രണ്ട് പക്ഷികളും ഖബറിലേക്ക് ഇറങ്ങിയിട്ട് ഒരുപാട് ഭീകരമായ ശബ്ദകോലാഹലങ്ങൾ ഞാൻ എൻ്റെ കാതിലൂടെ കേൾക്കുകയാണ്. എൻ്റെ രണ്ട് കാതുകളിലൂടെ ഒരുപാട് വൃത്തികെട്ട ശബ്ദങ്ങൾ ഞാൻ കേൾക്കുകയാണ്. പരസ്പരം കലഹിക്കുന്ന, പരസ്പരം പോരടിക്കുന്ന, പരസ്പരം തെറി പറയുന്ന, പരസ്പരം എന്തൊക്കെയോ അട്ടഹാസം മുഴക്കുന്ന ശബ്ദം ഞാൻ എൻ്റെ കാതിലൂടെ കേൾക്കുകയാണ്. ഞാൻ ആ നേരത്തും ഒരു കൂസലുമില്ലാതെ ആ ഖബറിന്റെ പരിസരത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. തിൽക്കദ്ദാറുൽ ആഖിറ നജഅലുഹാ, നമ്മൾ ഓതി വെച്ച ആയത്തിന്റെ പ്രിയപ്പെട്ടവരെ, ഇടയ്ക്കിടെ ഞാൻ ഓതി കേൾപ്പിക്കുന്നത് നമ്മുടെ മനസ്സിനകത്തേക്ക് മാറ്റത്തിന്റെ മാറ്റൊലി കടന്നു വരാനാണ്. ഈ ചെറുപ്പക്കാരനാ ഖബറിന്റെ പരിസരത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഭീകരമായ ശബ്ദം ഇങ്ങനെ കേൾക്കുകയാണ്.
പറയുകയാണ്, ഞാനത് ഒരു കൂസലുമില്ലാതെ മൈൻഡ് ചെയ്യാതെ ആ ഖബറിന്റെ പരിസരത്തിങ്ങനെ ഇരിക്കുമ്പോ കുറെ നേരം കഴിഞ്ഞപ്പോ ഈ രണ്ട് പക്ഷികളും പുറത്തു വരികയാണ്. രണ്ട് പക്ഷികളും പുറത്തു വന്നപ്പോ ഒന്നാമത്തെ പക്ഷി പറന്നുപോയി. രണ്ടാമത്തെ പക്ഷി എന്നെ കണ്ടുകൊണ്ട് എന്നോട് ചോദിക്കുകയാ, മോനേ, ഖബറിന്റെ ഉള്ളിൽ നടക്കുന്ന ശിക്ഷകൾ നിനക്ക് മനസ്സിലാകുന്നില്ലേ? അല്ലാഹുവിന്റെ അദൃശ്യലോകത്ത് സംഭവിക്കുന്ന സംഭവ വികാസങ്ങളെ നിനക്ക് ചിന്തിക്കാൻ സമയമില്ലേ? മോനെ, എന്തേ നിനക്ക് മാറ്റമില്ലാത്തത്? എന്തേ നിനക്ക് മാറ്റത്തിന്റെ മാറ്റമില്ലാത്തത്? ഈ ചെറുപ്പക്കാരനോട്, എന്നോട് ആ ഭീകര സ്വരൂപിയായ വലിയൊരു പക്ഷി എന്നോട് ചോദിക്കുകയാണ്, അല്ലാഹുവേ, എന്റെ ജീവിതത്തിൽ ഒരുപാട് ഖബർ ഞാൻ കുഴിച്ചിട്ടുണ്ടല്ലോ, പക്ഷേ ഇന്നേ വരെ ഇത്ര ഭീകരമായ അവസ്ഥ ഞാൻ കണ്ടില്ലല്ലോ. ഈ ചെറുപ്പക്കാര് യൂസുഫ് എന്നവരോട് പറയുകയാണ്, ആ പക്ഷി എന്നോട് പറഞ്ഞുകൊണ്ട് ആ പക്ഷിയുടെ ചിറകുകൊണ്ട് എന്റെ മുഖത്ത് മെല്ലെ ഒരടി തന്നു. ആ അടി എന്റെ മുഖത്ത് സ്പർശിച്ചതിന്റെ പേരിലാണ് വെളുവെളുത്ത എന്റെ മുഖം ഇങ്ങനെ കറുത്തുപോയത്. ഇങ്ങനെ കറുത്തു കൈവാളിച്ചാൻ കാരണം ആ പക്ഷിയുടെ ചിറക് എന്റെ മുഖത്തൊന്ന് സ്പർശിച്ചത് കൊണ്ടാണ്. എന്റെ ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഒരു പക്ഷിയുടെ ചിറകുമല്ല സ്പർശിച്ചതിന്റെ പേരിൽ സൗന്ദര്യമെല്ലാം നശിച്ചുകൊണ്ട് കറുത്ത് കരുവാണിച്ചെങ്കിൽ അല്ലാഹുവിന്റെ അദൃശ്യലോകത്ത് ശിക്ഷ കിട്ടുന്നവരുടെ അവസ്ഥ നിങ്ങൾക്കറിയുമോ? മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുത്തേക്ക് ഒരുപാട് ചെറുപ്പക്കാർ വന്നുകൊണ്ട് പറയാണ്, ഞങ്ങൾ ഷാമിൽ നിന്നാണ് വരുന്നത്, ഹജ്ജ് നടക്കുന്ന സമയമാണ്, ഷാമിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ വരുന്ന വഴിയിൽ മരിച്ചു പോയിട്ടുണ്ട്. ആ കൂട്ടുകാരന് വേണ്ടി ഞങ്ങൾ ഒരു ഖബർ കുഴിച്ചപ്പോ ആ ഖബർ നിറയെ പാമ്പുകളാണ്. ഞങ്ങൾ ആ ഖബർ മൂടി രണ്ടാമതൊരു ഖബർ കുഴിച്ചപ്പോഴും അതിലും പാമ്പ്, മൂന്നാമത്തെ ഖബർ കുഴിച്ചപ്പോഴും അതിലും പാമ്പാണ്. ഞങ്ങളുടെ കൂട്ടുകാരനെ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോ ഇബ്നു അബ്ബാസ് തങ്ങൾ പറയാ, ദുനിയാവിന്റെ മുഖത്ത് എവിടെ ഖബർ കുഴിച്ചാലും നിങ്ങൾക്ക് പാമ്പിനെ കാണാതിരിക്കാൻ പറ്റില്ല. അല്ലാഹുവിന്റെ ശിക്ഷയാണ്, അല്ലാഹുവിന്റെ ശിക്ഷയാണ്. അതുകൊണ്ട് മദീനയിൽ കുഴിച്ചാലും നിങ്ങൾക്ക് പാമ്പിനെ കാണാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിന്റെ കൂട്ടുകാരനെ പാമ്പിന്റെ കൂടെ മറമാടിക്കോളൂ എന്ന് ഈ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു കൊടുത്തെങ്കിൽ, സഹോദരിമാരെ, സഹോദരങ്ങളെ, അത്തരത്തിലുള്ള ഒരുപാട് അത്ഭുത സംഭവങ്ങള്, കണ്ണഞ്ചിപ്പിക്കുന്ന, കണ്ണുനീര് വരുന്ന ഒരുപിടി സംഭവങ്ങളുണ്ടല്ലോ. മഹാന്മാര് കണ്ണുകൊണ്ട് കണ്ടത് സത്യസന്ധമായി പറയുമ്പോ ഞാൻ അവസാനിപ്പിക്കട്ടെ. നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത്, ഞാനും അങ്ങോട്ട് പോകുമ്പോ എനിക്കവിടെ ആനന്ദവും ആസ്വാദനവും വേണമെങ്കിൽ ഈ പരീക്ഷണമാകുന്ന രണ്ടാമത്തെ ജീവിതത്തിന്റെ ഘട്ടത്തിൽ എന്തെങ്കിലും നന്മ വാരിക്കൂട്ടാൻ ശ്രമിക്കണേ. കേരളത്തിൽ സംഭവിച്ച ഒരു സംഭവം കൂടി പറഞ്ഞുകൊണ്ട് ദുആ ചെയ്തുകൊണ്ട് നമ്മൾ പിരിയുകയാണ്. കോട്ടയം ജില്ല എന്ന് പറയുന്ന ജില്ലയില് ഒരു ചെറുപ്പക്കാരന് 3 കൊല്ലമായി വിദേശത്താണ്. നമ്മുടെ നാട്ടിൽ സംഭവിച്ചത് 3 കൊല്ലമായി ഗൾഫിലാണ് ഈ ചെറുപ്പക്കാരൻ. 3 കൊല്ലം ഗൾഫിൽ നിന്ന് ഒരു ദിവസം അയാളുടെ ഉമ്മ മരിച്ചു. പെട്ടെന്നാണ് കോള് വരുന്നത്, നിങ്ങളുടെ ഉമ്മ മരിച്ചിട്ടുണ്ട്, നാട്ടിലേക്ക് വരണം. ഇയാൾ എമർജൻസി ടിക്കറ്റ് എടുത്തു. പക്ഷേ എയർപോർട്ടിൽ എന്തോ ഒരു എമിഗ്രേഷൻ മിസ്റ്റേക്ക് കാരണം അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല. ഉമ്മാന്റെ മയ്യത്ത് ഖബറടക്കണം, അന്ന് വീട്ടിലെത്താൻ പറ്റിയില്ല. പെട്ടെന്ന് നാട്ടിലേക്ക് വരാൻ വിചാരിച്ചെന്ന്, പക്ഷെ പറ്റിയില്ല.
ഉമ്മാനെ ഖബറടക്കി ഒരു ദിവസം കഴിഞ്ഞ്, ഒരൊറ്റ ദിവസം കഴിഞ്ഞിട്ടാണ് നാട്ടിലേക്ക് വരാൻ പറ്റിയത്. പിറ്റേന്ന് നാട്ടിൽ വന്നു. ഇയാൾ പറഞ്ഞു, എനിക്കെന്തായാലും എൻ്റെ ഉമ്മയെ കാണണം. ഇയാൾ വാശി പിടിക്കുന്നു, എനിക്കെന്ത് തന്നെ ആയാലും വേണ്ടിയില്ല, എൻ്റെ ഉമ്മാനെ കാണണം. കാരണം കുഞ്ഞുനാൾ മുതൽ എന്നെ സ്നേഹിച്ച് ലാളിച്ച് പോറ്റി വളർത്തി എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ. എൻ്റെ ഉപ്പ മരിച്ചപ്പോ എന്നെ വളർത്തി എൻ്റെ ഉമ്മ, ആ ഉമ്മാനെ എനിക്ക് കാണണമെന്ന് ഈ ചെറുപ്പക്കാരൻ വാശി പിടിക്കുകയാണ്. ഉസ്താദുമാരോട് പറഞ്ഞപ്പോ ഉസ്താദ് പറഞ്ഞു, മോനെ ഇന്നലെ മറമാടിയതാണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല, നിന്റെ ഉമ്മാന്റെ ഖബർ നമ്മൾക്കൊന്ന് മാന്താം. ഇയാളോട് അങ്ങനെ പറഞ്ഞു, ഇന്നലെ അല്ലേ മറമാടിയത്, അതുകൊണ്ട് എന്ത് ചെയ്യാ, നമ്മൾക്ക് ഇന്നൊന്ന് മാന്തി നോക്കാമെന്ന് പറഞ്ഞു. ഇനി ചെറുപ്പക്കാരായിക്കോട്ടെ, കൂട്ടുകാരൊക്കെ വിളിച്ചു, അതിൻ്റെ ജോലിക്കാരൊക്കെ വന്നുകൊണ്ട് ഖബർ മാന്തുകയാണ്. ഖബർ മുഴുവനും മാന്തി. ഖബർ മാന്തി അടിക്കല്ലെത്തി. തലഭാഗത്തൊരു കല്ല് വെക്കുമല്ലോ, ആ കല്ല് പൊക്കിയിട്ട് ആ ഖബറിൻ കുഴിക്കുന്ന തൊഴിലാളി പുറത്തേക്ക് ചാടിയിട്ട് പറഞ്ഞു, നീ താഴേക്ക് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യാം, നിന്റെ ഉമ്മാൻ്റെ മുഖഭാഗത്ത് വെച്ച കല്ല് മാറ്റി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് കഫം തുണി മുഖഭാഗത്തുള്ള ആ കഫം പുടവ മാറ്റിയാൽ ഉമ്മാൻ്റെ മുഖം കണ്ട് പെട്ടെന്ന് തന്നെ മൂടിയിട്ട് കല്ലവിടെ വെച്ച് കയറാമെന്ന് പറഞ്ഞു. ബാക്കിയുള്ളവരൊക്കെ മാറി നിൽക്കുന്നു, കാരണം അന്യ പെണ്ണുങ്ങളാണല്ലോ, കാണാൻ പറ്റില്ല. ഈ ചെറുപ്പക്കാരൻ തൻ്റെ പ്രിയപ്പെട്ട ഉമ്മാൻ അവസാനമായിട്ട് നോക്കി കാണണമെന്നുള്ള പ്രതീക്ഷയോടെ താല്പര്യത്തോടെ ഖബറിലേക്ക് ഇറങ്ങുന്നു. ഖബറിലേക്ക് ഇറങ്ങി മുഖഭാഗത്തുള്ള കല്ല് മാറ്റി വെച്ചിട്ടുണ്ട്, ആ കഫം പുടവ മാറ്റാൻ നിൽക്കുകയാണ്. ഇന്നലെ ഖബറടക്കിയ സ്വന്തം ഉമ്മാന്റെ മുഖമാണ് കാണാൻ പോകുന്നത്. ഈ ചെറുപ്പക്കാരൻ തൻ്റെ പ്രിയപ്പെട്ട ഉമ്മാന്റെ മുഖഭാഗത്തുള്ള കഫം പുടവ മാറ്റിയപ്പോൾ ഈ ചെറുപ്പക്കാരൻ ഖബറിലേക്ക് ബോധം കെട്ട് വീണു പോകുന്നു. ആളുകളെല്ലാം സ്വാഭാവികമായ സംഭവമാണല്ലോ, കാരണം ഒരു മനുഷ്യൻ ഏറ്റവും വലിയൊരു എമോഷൻ വികാരമാണ് സ്വന്തം ഉമ്മ എന്ന് പറഞ്ഞാൽ. ആ ഉമ്മ അവസാനമായിട്ട് കാണുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു മോഹാലസ്യം, ഒരു ബോധക്ഷയമാകുമെന്ന് കരുതി ആൾക്കാരെന്ത് ചെയ്തു, പുറത്തുനിന്നു. ഉമ്മാക്ക് അവസാനമായി ഒരു മുത്തം കൊടുക്കാനുള്ള പ്രതീക്ഷയോടെ ഖബറിലേക്ക് ഇറങ്ങുന്നത്. കുറേ സമയം കഴിഞ്ഞു, ഇയാൾ ബോധം വന്നു. ഇയാൾ ഖബറിൽ നിന്ന് ചാടി പുറത്തേക്ക് ഇറങ്ങുന്നു, കരയിലേക്ക്. എന്നിട്ട് കരഞ്ഞുകൊണ്ട് അട്ടഹസിച്ച് പെട്ടെന്ന് തന്നെ ഖബർ മൂടൂ എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ഓടുകയാണ്. അപ്പൊ ജോലിക്കാരെ ഖബർ മൂടി, ഇവന്റെ പിന്നാലെ ഇവന്റെ സുഹൃത്തുക്കളും ഓടുന്നു. എന്നിട്ട് ഇവനോട് ചോദിച്ചു, നീ എന്തേ ഇങ്ങനെ ചെയ്തത്? നിന്റെ ഉമ്മാനെ കണ്ട് നീ പെട്ടെന്ന് ഖബർ മൂടാൻ പറഞ്ഞ് ബോധം കെട്ട് പെട്ടെന്ന് നീ ഖബറിൽ നിന്ന് ചാടിയെന്നേറ്റ് ഓടിയത് എന്തിനാണ്? ചെറുപ്പക്കാരൻ പൊട്ടി കരയാണ്. ഒരുപാട് നിർബന്ധിച്ചപ്പോ, ഒരുപാട് കൂട്ടുകാരൊക്കെ നിർബന്ധിച്ചപ്പോ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, കുഞ്ഞുനാളിൽ എന്നെ വല്ലാതെ ഇഷ്ടപ്പെട്ട എൻ്റെ ഉമ്മ, എൻ്റെ സ്നേഹത്തോടെ എൻ്റെ ഉപ്പ എന്നെ വിട്ടു പിരിഞ്ഞപ്പോ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ട് അധ്വാനിച്ചുകൊണ്ട് എന്നെ ജീവനതുല്യം സ്നേഹിച്ച ഉമ്മ, ആ ഉമ്മാന്റെ മുഖം ഞാൻ അവസാനമായി കാണാൻ ഖബറിലേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മാന്റെ വെളുവെളുത്ത പൂമുഖം ഞാൻ എല്ലാ ദിവസവും ഞാൻ എൻ്റെ വാട്സപ്പിലൂടെ എൻ്റെ ഫോണിലൂടെ ഞാൻ നോക്കുന്ന എൻ്റെ ഉമ്മ, എൻ്റെ കരളിൻ്റെ കഷ്ണമായ ഉമ്മ. ഈ സദസ്സിൽ ഉമ്മമാര് മരിച്ചു പോയവരുടെ കൽബകം വല്ലാതെ നീറുന്നുണ്ടല്ലോ. മുഹബത്തിൻ മുത്തവുമേകി ഇഷ്കിൻ പാലൂട്ടി വളർത്തിയ മധുരപ്പൂവാണെന്റെ പുന്നാരയുമ്മ, കനിവിൻ നീളം പാടി സ്നേഹത്തിൽ താരാട്ടിയുറക്കിയ മധുരപ്പൂവാണെന്റെ പുന്നാരയുമ്മ. ഉമ്മാന്റെ കാലിന്റെ ചോട്ടിലാണ് സുബർഗാമെന്ന റസൂലിൻ ഉത്തമ തിരുമൊഴിയെന്നും ഓർത്തിടും ഞാനേ. മാതൃമാനസ് പറഞ്ഞ സ്നേഹമയക്ക് പകരം നൽകാ എന്തുണ്ട് ഈ ലോകത്ത് എൻ്റെ നാഥ. ഉമ്മാന്റെ കാലിന്റെ ചോട്ടിലാണ്, ഉമ്മാന്റെ കാൽപാദങ്ങളിലാണ് മുഹബത്തിൻ മുത്തവുമേകി ഇഷ്കിൻ പാലൂട്ടി വളർത്തിയ മധുരപ്പൂവാണെന്റെ പുന്നാരയുമ്മ. കൽബാണ് മോഹാണ് ഉമ്മ, മനസ്സിന്റെ നിറമേ
ഒഴുകും അഴകാടനുമ്മ അമ്മിഞ്ഞപ്പാലേകി അതിരില്ല കനിവേകി താരാട്ടിൻ നിശലിന്ന് മറക്കുകയില്ല ആ പുണ്യപൂമാനെ മറക്കുകയില്ല. എന്റെ പ്രിയപ്പെട്ട സ്നേഹനിധിയാറെ എന്റെ പ്രിയപ്പെട്ട ഉമ്മാന്റെ വെടുവെടുത്ത് മുഖം കാണാനുള്ള ആശയോടെ ഖബറിലേക്ക് ഞാൻ ഇറങ്ങിയപ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മാന്റെ മുഖം വല്ലാതെ കറുത്തു പോയിരിക്കുകയാണ്. വെടുവെളുത്ത് എന്റെ ഉമ്മാന്റെ മുഖം കറുത്തു കരുവാളിച്ചിരിക്കുകയാണ്. മാത്രമല്ല എന്റെ പ്രിയപ്പെട്ട ഉമ്മാന്റെ നാവ് പുറത്തേക്ക് വലിച്ചു നീട്ടിയിരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട ഉമ്മാന്റെ നാവ് പുറത്തേക്ക് വലിച്ചു നീട്ടിയെന്ന് മാത്രമല്ല എന്റെ ഉമ്മാന്റെ നാവ് മുഴുവനും ചങ്ങലയാ. ഇന്നലെ മരിച്ചുപോയ ഖബറിലേക്ക് വെച്ച പ്രിയപ്പെട്ട ഉമ്മാന്റെ നാവ് മുഴുവനുമോ ഒരു ഭീകരമായ ചങ്ങല കൊണ്ട് ബന്ധിച്ചിരിക്കുകയാണ്. ചങ്ങല കൊണ്ട് ഉമ്മാന്റെ നാവ് വലിച്ചു നീട്ടി ചങ്ങലക്ക് വെച്ചിരിക്കുകയോ. കറുകറുത്ത് ഭീകരമായൊരു മുഖം പോലെയാണ് എന്റെ ഉമ്മാന്റെ മുഖം ഞാൻ കണ്ടത്. എടുത്തു കരുവാടിക്കാത്ത സൗന്ദര്യമുള്ള എന്റെ പ്രിയപ്പെട്ട ഉമ്മാന്റെ മുഖം കറുത്തു പോയിരിക്കുകയാണ്. ഇന്നലെ ഖബറിലേക്ക് വെച്ച ആ പ്രിയപ്പെട്ട ഉമ്മാന്റെ മുഖം ഒരൊറ്റ ദിവസം കൊണ്ട് നാവ് വലിച്ചു നീട്ടി ചങ്ങലക്കിട്ടതാരെന്നറിയുമോ? അല്ലാ അല്ലാ. എന്റെ സഹോദരങ്ങളെ സഹോദരിമാരെ, ഒരുപാട് ഒരുപാട് സഹോദരിമാര് വല്യപ്പമാര് ഉപ്പമാര് ഖബറിന്റെ ലോകത്ത് കിടക്കുമ്പോ അള്ളാഹ്ക്ക് വേണ്ടി പണിയെടുത്ത ചെറുപ്പക്കാരാ, ഇത് കണ്ണുകൊണ്ട് കണ്ടുപോയ സംഭവമാണ്, അനുഭവിച്ച യാഥാർത്ഥ്യങ്ങളാ. എത്രയോ എത്രയോ സംഭവം അങ്ങനെ നമ്മൾ അനുഭവിക്കുന്നുണ്ടല്ലോ. ഖബർ കഴിക്കുമ്പോഴേക്ക് മനോഹരമായ കഫംപുട കാണുന്നത് ദ്രവിച്ചു പോകാതെ ഖബറിന്റെ ലോകത്ത് മനോഹരമായ ആവേശത്തോടെ കിടക്കുന്ന എത്രയോ ആണുങ്ങളും പെണ്ണുങ്ങളും ഉള്ളപ്പോ അല്ലാഹുവേ ഓ കൂട്ടത്തിന് ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് കൂടെ നിങ്ങൾ ഇരിക്കണോ? 40 ഉള്ളൂ, 3:45 പറഞ്ഞ സമയം. എന്ത് ചെയ്യാ, പരിശുദ്ധമായ സദസ്സിന് ഒരു പിടി ചെലവുണ്ട്. ഒരു 5 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ ചെറിയൊരു സംഭാവന നമ്മൾ സ്വീകരിക്കുന്നു. സംഘാടകർ പിരിവ് വേണമെന്നല്ലേ പറഞ്ഞ് എവിടെ? അപ്പോൾ ഒരു 6666 കൊടുക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? വെറുതെ നോക്കട്ടെ, സ്വന്തം വാപ്പാക്ക് വേണ്ടിയിട്ട്. എൻ്റെ വാപ്പാന്റെ ഖബറിലേക്ക് ഒരു നന്മ കിട്ടണമെന്നുള്ള ആശയോടെ അല്ലാഹുവേ ഞാൻ കൊടുക്കുകയാണ് എന്ന ചിന്തയോടെ ആരെങ്കിലും കൊടുത്താൽ ആ വാപ്പാക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ, ഖബറിൽ ആനന്ദം കൊടുക്കണേ അല്ലാ. സഹോദരിമാർക്ക് സ്വർണ്ണം ആർക്കെങ്കിലും കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നല്ല സന്തോഷത്തോടെ കൊടുക്കുകയാണെങ്കിൽ കൊടുത്തോ ഇൻഷാ അല്ലാ. ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കൈപ്പൊക്കിയാട്ടെ. നമ്മൾ പെട്ടെന്ന് സംഖ്യ ഓർക്കും, പെട്ടെന്ന് നമുക്ക് നിർത്തണം. എനിക്ക് കോളേജിൽ നിന്ന് തന്നെ എത്തേണ്ടതാണ്. ആർക്കെങ്കിലും സ്വർണ്ണം കൊടുക്കാൻ താല്പര്യമുണ്ടോ? സ്വന്തം ഉമ്മാർക്കും അപ്പാർക്കൊക്കെ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നാടൊന്ന് പോയി നോക്കിയാട്ടെ. ഒരാൾ സംഘാടകർ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിലോ സ്വന്തമാണെങ്കിൽ കൊടുത്താൽ മതി. എൻ്റെ പേരിൽ എന്താക്കണ്ട, വീട്ടിൽ പോയിട്ട് പിന്നെ അടുത്ത ഫൈറ്റ് തുടങ്ങണ്ട. നല്ല സ്വന്തം താല്പര്യമുള്ള സ്വന്തം മുതൽ കൊടുക്കാനുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ കൊടുക്കുക ഇൻഷാ അല്ലാ. ഒരു 6666 ആർക്കും താല്പര്യമില്ല. ഒരു 3313 ഉണ്ടോ ഇൻഷാ അല്ലാ? ആരെങ്കിലും ഒരു 3300 ഒരു 1001 പറ്റിയല്ലോ? കൈ പൊക്കിയാട്ടെ. ഒരു 1001 ഇവിടെ നിന്നാൽ നല്ല പിരിവ് നടന്നുണ്ടോ? ഒരു 1001 പറ്റിയല്ലോ ആരെങ്കിലും? സാമ്പത്തിക മാന്ദ്യം നന്നായി ബാധിച്ചു എന്ന് തോന്നുന്നു അല്ലേ? മാഷാ അല്ലാ. ഒരു 1001 ഒക്കെ പറ്റിയ ആരെങ്കിലും? മാഷാ അല്ലാ. ഒരാള്, അടുത്ത ആള്, 2 ആള്, 3 ആള്. അല്ലാഹുവേ സംഘാടകർ ഈ പരിപാടിക്ക് വേണ്ടി ഓടി നടക്കുന്ന ചെറുപ്പക്കാരാണല്ലോ. അവരെ മാതാപിതാക്കൾ ആരെങ്കിലും ഖബറിന്റെ ലോകത്തുണ്ടെങ്കിൽ അവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, പുറത്തു കൊടുക്കണേ അല്ലാ. ഖബർ ജീവിതം നീ ആനന്ദമാക്കണേ അല്ലാ. വിശാലമായ ഈ അന്തരീക്ഷത്തിൽ പോലും ഞങ്ങൾക്ക് എസിയോ ഫാനോ ഇല്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ലല്ലോ. പച്ചമണ്ണിൽ കിടക്കുന്ന നിങ്ങളുടെ കവിളത്ത് ചുടുപ് ചുംബനം നൽകിയ പാതിരാവിന്റെ നേരത്ത് ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ച് ഉറക്കമൊഴിച്ച ഞങ്ങളുടെ ഉമ്മമാരുപ്പമാർ, ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടോടി നടന്ന നിങ്ങളുടെ വാപ്പമാരുണ്ടല്ലോ. അവരെ ഖബർ സ്വർഗമാക്കണേ അല്ലാ. അടുത്ത ഇനി ആരെങ്കിലും ഉണ്ടോ? ഒന്ന് നോക്കട്ടെ. അവിടെ ആരെങ്കിലും ഉണ്ടോ? അവിടെ ആരെങ്കിലും നിൽക്കുന്നുണ്ടോ? ആരുമില്ല. ഒരു 313 ഒക്കെ പറയാൻ പറ്റിയോല്? ഒന്ന് കുറച്ച് ആൾക്കാരൊന്ന് കൈപ്പൊക്കിയായിട്ട്. 300, വെറും 300 എളുപ്പം തന്നെ കൊടുക്കണ്ട. ആ നമ്മുടെ എഞ്ചിനീയർ സാഹിബ് 2 ആൾ അവിടെ. മാഷാ അല്ലാ. അവരൊക്കെ ലിസ്റ്റ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താട്ടെ. ഒരാളൊന്ന് ഒന്ന് നോട്ട് ചെയ്താട്ടെ. ആ
ഇവിടെ പൊക്കി അവരൊക്കെ പേരൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത്, അല്ലെ പിന്നെ നാളെ നമുക്ക് ആർക്കും യാതൊരു ഐഡിയ ഉണ്ടാവില്ല. ആ ചെറിയ സംഖ്യ ആയതുകൊണ്ട് എന്താക്കുക, ഈ കബീർ വാക്കിന് പക്ഷേ വാക്കിൻ്റെ ഒക്കെ വാദിന് ആൾക്കാരുണ്ടായാലും ധൈര്യമായിട്ട് 1 ലക്ഷം വിളിക്കാതെ കൊടുക്കണ്ടേലോ. ഒരാൾ തമാശ പറഞ്ഞാണ്, ധൈര്യമായിട്ട് വിളിക്കുക 1 ലക്ഷം 2 ലക്ഷം വിളിച്ചാൽ കൊടുക്കണ്ടേലോ. അങ്ങനെ ഉണ്ടാകാൻ പറ്റില്ല. മാഷാ അല്ലാഹ്. അപ്പോൾ ഇവരൊക്കെ ഒരുപാട് സംഭാവന നൽകി വാട്സപ്പിലൂടെ മറ്റൊന്നൊക്കെ പറഞ്ഞ് നല്ല നാട്ടുകാരാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് കിടക്കുകയാണ്. പറഞ്ഞ സമയത്തിന് 2 മിനിറ്റും കൂടെ ബാക്കിയുണ്ട്, കറക്റ്റ് നിർത്തണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ സഹോദരിമാരൊക്കെ എന്ത് ചെയ്യുക, നാളെയൊക്കെ പ്രോഗ്രാമിൻ്റെ നല്ല സംഭാവനകളൊക്കെ കൊടുക്കുക. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. ഇൻഷാ അല്ലാഹ് ഒരു 3 സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم أرحم الرحمن രാജസയ്യിദായ പടച്ചവനെ, കുറുവന്തേർ എന്ന പ്രദേശത്ത് ഞങ്ങൾ നിനക്ക് വേണ്ടി നിന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് വന്നത്. നിനക്ക് വേണ്ടിയാണ് മജ്ലിസിൽ വന്നത്. നിന്റെ പരിശുദ്ധമായ മഹ്ശറിൽ നീ കസേരയിട്ട് കൊടുക്കുന്ന അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാർ, നിന്റെ ഇഷ്ടമുള്ള ശുഹദാക്കൾ ആഗ്രഹിച്ചു പോകുന്ന സ്ഥാനം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഇവിടെ പരസ്പരം നിനക്ക് വേണ്ടി സ്നേഹിച്ചതുകൊണ്ട് നിനക്ക് വേണ്ടിയാണ് വന്നത്, നിനക്ക് വേണ്ടിയാണ് വേദി ഉണ്ടാക്കിയത്, നിനക്ക് വേണ്ടിയാണ് ഓഫീസ്, എല്ലാം നിനക്ക് വേണ്ടി. അല്ലാഹുവേ, ഞങ്ങളുടെ ചെറുപ്പക്കാരൻ നെയ്യത്ത് നന്നാക്കി കൊടുക്കണേ അല്ലാഹ്. ആരെ മുന്നിലും ആളാകാനല്ല, കണ്ണിയത്ത് ഉസ്താദിന്റെ ശംസുലുലമയുടെ മഹാന്മാരുടെ വഴിയെ ഞങ്ങളിതാ സഞ്ചരിക്കുന്നു എന്ന് ഉച്ചസ്ഥരം പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ മുത്തറസൂലിലേക്ക് എത്തുന്ന പരിശുദ്ധമായ വഴിയിലൂടെയുള്ള സഞ്ചാരത്തെ നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഒരുപാട് മുറാദുകൾ പറഞ്ഞ് ഈ സദസ്സിലേക്ക് സംഭാവന കൊടുത്തവർ, ഉമ്മമാർ, ഉപ്പമാർ, വാട്സപ്പുകളിലൂടെ മീഡിയകളിലൂടെ അതൊക്കെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു ഈ നല്ലവരായ സുഹൃത്തുക്കളെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ഈ നാട്ടിൽ നീ ദീനി ദഅവി പ്രവർത്തനങ്ങൾക്ക് ഈ ചെറുപ്പക്കാരെ തുടക്കം നൽകിയെന്ന് നീ യൗമിൽ ഖിയാമ നിലനിർത്തണേ അല്ലാഹ്. അവരുടെ ഉപ്പമാര് കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവരെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അസീസ് എന്ന കൂട്ടുകാരൻ അവരുടെ ഒപ്പം മരിച്ചു, അല്ലാഹുവേ അവരുടെ ഖബർ സ്വർഗമാക്കണേ അല്ലാഹ്. ഈ പ്രോഗ്രാമിന്റെ പരിസരത്തൊരു സഹോദരൻ ഒരു അസുഖം ബാധിച്ചു കിടപ്പിലാണെന്ന് പറഞ്ഞു, അല്ലാഹുവേ പെട്ടെന്ന് തന്നെ ശിഫാ കൊടുക്കണേ അല്ലാഹ്, ഖൈർ കൊടുക്കണേ അല്ലാഹ്. മാരക അസുഖങ്ങൾ ഞങ്ങൾക്ക് തരല്ലേ അല്ലാഹ്, അപകട മരണങ്ങൾ തരല്ലേ അല്ലാഹ്. ഞങ്ങളുടെ ഉമ്മച്ചിമാരെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്, ഞങ്ങളുടെ വാപ്പമാരെ ഉപ്പമാരെ നീ ഖബൂലാക്കണേ അല്ലാഹ്, അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണേ അല്ലാഹ്. അബ്ബാസ് ഫൈസി അടക്കമുള്ള ഉസ്താദുമാർ, അല്ലാഹുവേ എല്ലാവരും നീ ഏറ്റെടുക്കണേ അല്ലാഹ്. സ്റ്റേജിലിരിക്കുന്ന ഒരുപാട് സംഘാടക സമിതിയിലെ സഹോദരങ്ങൾ, ഈ മഹല്ലത്തിന്റെ ഭാരവാഹികൾ, ഈ നാട്ടിലെ യുവ സുഹൃത്തുക്കളെ, സഹോദരങ്ങൾ, സഹോദരിമാർ, എല്ലാവരെയും നീ ഏറ്റെടുക്കണേ അല്ലാഹ്. യുവാക്കളെ, യുവതികളെ നീ നന്മയുടെ പാതയിലാക്കണേ അല്ലാഹ്. നിന്റെ ദീനിന് നിരക്കാത്തൊരു കാര്യവും ഞങ്ങളുടെ യുവതിമാരിൽ നീ കേൾപ്പിക്കില്ലേ അല്ലാഹ്. ഈമാനിക ബോധം നൽകണേ അല്ലാഹ്, ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. നിന്റെ ദീനിനെ മരിക്കുന്നത് വരെ സേവനം ചെയ്യാൻ തൗഫീക്ക് നൽകണേ അല്ലാഹ്. വളാഞ്ചേരി മർക്കസ് തർബിയത്തുൽ ഇസ്ലാമിയിൽ നിന്നാണ് ഞാൻ പഠിക്കുന്നത്, അവിടെ പഠിക്കുന്നു. അല്ലാഹുവേ, ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഇഖ്ലാസോടെ, പ്രതിഫലേച്ഛയില്ലാതെ, പൂച്ചുകളില്ലാതെ, ജാടകളില്ലാതെ മരിക്കുന്നത് വരെ ദീൻ പറയാൻ തൗഫീക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഗുരുനാഥന്മാരൊക്കെ മുസ്താദ് അടക്കം നാഥന്മാരെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെല്ലാവരെയും സ്വർഗത്തിൽ ഇതേപോലെ ഒരുമിപ്പിക്കണേ അല്ലാഹ്. ആർക്കൊക്കെ എന്തൊക്കെ അസുഖമുണ്ടെങ്കിലും എല്ലാം നീ മാറ്റിത്തരണേ അല്ലാഹ്. ദീനിന്റെ ഇസ്സത്ത് ഈ നാട്ടിൽ നിലനിർത്തണേ അല്ലാഹ്. മുത്തുനബി ചോദിച്ചതൊക്കെ തരണേ അല്ലാഹ്.